അത് ആരോഗ്യത്തിനായി, അത് അനുഗ്രഹത്തിനായി, അത് ആത്മീയ വർധനവിനായി, അത് ദൈവിക ഇടപെടലുകൾക്കായി, ദൈവിക പകർച്ചകൾക്കായി, ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ പകരുവാനായി എല്ലാവരും ചില നിമിഷങ്ങൾ കർത്താവിന് നന്ദി പറയുവാൻ ആരംഭിച്ചാട്ട്. താങ്ക് യു ലോർഡ്. ഒരു പുതിയ ദിവസത്തിനായി, ഒരു പുതിയ ആഴ്ചയ്ക്കായി, ഒരു പുതിയ മാസത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. താങ്ക് യു ലോർഡ്. നന്ദി പറയുകയാണ്. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ട്, എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ട്, ഒരു നിമിഷം സ്തോത്രം പറഞ്ഞാട്ട്, എല്ലാ നല്ല ദാനങ്ങൾക്കായും അനുഭവങ്ങൾക്കായും അനുഗ്രഹങ്ങൾക്കായും ദൈവകൃപയ്ക്കായും സ്തോത്രം, 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 സ്തോത്രം. ചില നിമിഷങ്ങൾ കർത്താവിനെ സ്തുതിക്കുവാൻ കരങ്ങളെ അടിച്ച്, ചില നിമിഷങ്ങൾ കർത്താവിനെ സ്തുതിക്കുവാൻ. Hallelujah Lord, we lift up your holy name, we praise your holy name. സ്തുതികളുടെ മുൻപിൽ ഒരു യെരിഹോ മതിൽ നിൽക്കുവാൻ സാധിക്കുകയില്ലല്ലോ. സ്തുതികളുടെ മുൻപിൽ ദൈവിക കവാടങ്ങൾ തുറന്നു വരുമല്ലോ എന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവഹിതത്തിന്റെ പൂർണ്ണത, ദൈവിക വെളിച്ചം എന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിന്റെ അകത്തേക്ക് പകർന്നു വരുവാൻ കർത്താവേ, ഞങ്ങൾ സ്തുതികളാൽ സ്വർഗീയ കവാടങ്ങൾ തുറന്നു വരുവാൻ ഞങ്ങളെ തന്നെ ഇതിന്റെ അകത്തും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവർക്കും അവരുടെ ഭവനങ്ങളിൽ പോലും അങ്ങനൊരു അന്തരീക്ഷം തുറന്നു വരുവാൻ ഞങ്ങൾ സ്തുതിക്കുകയാണ്. താങ്ക് യു ലോർഡ്. പ്രാർത്ഥിച്ച് ഈ ആരാധന ആരംഭിക്കാമല്ലോ. താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ നല്ല പിതാവേ, ഈ ജൂലൈ മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് വീണ്ടും തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിനായി സ്തോത്രം. ഞങ്ങൾ ഈ ആരാധന പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ നിമിഷം മുതൽ കർത്താവേ, ഇന്നത്തെ പാട്ടുകൾ, ഇന്നത്തെ ആരാധന, ഇന്നത്തെ വചനധ്യാനം, ഇന്നിവിടെ നടക്കുന്ന സകല ആത്മീയ ഘടകങ്ങളിലും ദൈവത്തിൻ്റെ വലിയ ആത്മീയ സാന്നിധ്യവും പകർച്ചയും ദൈവിക കൃപകളും എല്ലാം 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 ഞങ്ങൾ ചോദിക്കുകയാണ്. ദൈവിക വെളിച്ചം ഇതിൻ്റെ അകത്തുണ്ടാകണം, ദൈവിക സ്പർശനം ഇതിൻ്റെ അകത്തുണ്ടാകണം, ഇതിൻ്റെ അകത്തെ അന്തരീക്ഷം മാറണം. രക്തത്താൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. എല്ലാവരും ശബ്ദമുയർത്തി പറഞ്ഞാട്ട്, യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം. ഞങ്ങൾ ആ രക്തം വിശ്വാസത്താൽ തളിക്കുകയാണ്. ആ രക്തം വിശ്വാസത്താൽ ഞങ്ങൾ ഇന്ന് പകൽക്കാലം വിശ്വാസത്താൽ തളിച്ച് ഞങ്ങൾ അതിൻ്റെ മേൽ, ഞങ്ങൾ ഓരോ വിഷയങ്ങളുടെ മേൽ ജയമെടുക്കുകയാണ്. പ്രാർത്ഥനയുടെ മറുപടികൾ ഇന്ന് വരുവാൻ പോകുന്നതിനാൽ സ്തോത്രം. രോഗത്തിന്റെ സൗഖ്യങ്ങൾ, ഹല്ലേലൂയ, ആത്മീയ വർധനവ് ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് വായിക്കുവാൻ പോകുന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ആദ്യം മുതൽ അവസാനം വരെ കർത്താവ് ഭരിച്ചു നടത്തണം. ഊരിപ്പിടിച്ച വാളുള്ള ദൂതന്മാരുടെ കാവൽ ഞങ്ങൾ ചോദിക്കുന്നു. രക്തത്തിന്റെ കാവൽ ഞങ്ങൾക്കുള്ളതിനാൽ സ്തോത്രം. എന്ന് ഞങ്ങളുടെ പാട്ടുകൾ, ഞങ്ങളുടെ വചനധ്യാനം എല്ലാം സ്വർഗം തൊട്ട് അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തരുന്നതിനാൽ സ്തോത്രം. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ദൈവമായ കർത്താവിൻ്റെ വലിയ കരുതലും പരിപാലനവും നാം അനുഭവിക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞങ്ങളെ വിവിധ ചാനലിലൂടെ വീക്ഷിക്കുന്നവർക്കും ഞങ്ങളുടെ ആരാധനയിലേക്ക് സ്വാഗതം. ഈ മാസത്തെ നമ്മൾ വിളിക്കുന്നത് മന്ത് ഓഫ് ബ്രേക്ക് ത്രൂ. ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നു? കുര്യൻ പാസ്റ്റർ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തു തകർത്ത മുന്നേറ്റം. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും കർത്താവേ, നിന്റെ ആത്മാവിനാൽ അടിനെ നിറയ്ക്കണമേ, നിന്റെ ശക്തിയാൽ അടിനെ നിറയ്ക്കണമേ. എല്ലാ തരങ്ങളും ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങിയാട്ടെ. ഗ്ലോറി ടു ഗോഡ്. ദൈവം ചെയ്ത സകല അത്ഭുതങ്ങളെയും, ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെയും ഓർത്തുകൊണ്ട് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നു, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. പകൽക്കാലം സ്തുതിയുടെ സ്തോത്രത്തിന്റെ ശബ്ദം ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. We thank you Lord. Blessed be the name. Oh, oh, ശുദ്ധാത്മാവേ വന്നിടണേ, പാത്രമാകും ഞങ്ങളിൽ നിൻ ശക്തിയായിരക്കണേ, എന്നുള്ളിൽ വാഴണേ. ശുദ്ധാത്മാവേ വന്നിടണേ,
വന്നിടണേ. വൻപാത്രമാകും ഞങ്ങളിൽ നിൻ ശക്തിയാൽ നിറയ്ക്കണേ. എന്നുള്ളിൽ വാഴണേ. ജീവനദിയായവനേ, വറ്റത്തറിയുറവയേ, ആശ്വാസത്തിൻ ദായകനേ, നിൻ സാന്നിധ്യം നിൻ വാഞ്ചയേ. ജീവനദിയായവനേ, വറ്റത്തറിയുറവയേ, ആശ്വാസത്തിൻ ദായകനേ, നിൻ സാന്നിധ്യം നിൻ വാഞ്ചയേ. ശുദ്ധാത്മാവേ വന്നിടണേ. വൻപാത്രമാകും ഞങ്ങളിൽ നിൻ ശക്തിയാൽ നിറയ്ക്കണേ. എന്നുള്ളിൽ വാഴണേ. ശുദ്ധാത്മാവേ വന്നിടണേ. മൺപാത്രമാകും ഞങ്ങളിൽ നിൻ ശക്തിയാൽ നിറയ്ക്കണേ. ദൈവത്തിൻ നിശ്വാസമേ, ശുദ്ധമാക്കുക നീയേ. സ്നേഹത്തിൻ സ്വരൂപമേ, നിൻ സാന്നിധ്യം എൻ വാഞ്ചയേ. ദൈവത്തിൻ നിശ്വാസമേ, ശുദ്ധമാക്കുക നീയേ. സ്നേഹത്തിൻ സ്വരൂപമേ, നിൻ സാന്നിധ്യം എൻ വാഞ്ചയേ. ശുദ്ധാത്മാവേ വന്നിടണേ. മൺപാത്രമാകും ഞങ്ങളിൽ നിൻ ശക്തിയാൽ നിറയ്ക്കണേ. എന്നുള്ളിൽ വാഴണേ. ശുദ്ധാത്മാവേ വന്നിടണേ. മൺപാത്രമാകും ഞങ്ങളിൽ നിൻ ശക്തിയാൽ നിറയ്ക്കണേ. എന്നുള്ളിൽ വാഴണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah, oh, hallelujah, oh Jesus, hallelujah. എല്ലാ കരങ്ങളും ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. Hallelujah, hallelujah. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും
ആരായുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. കുത്തോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളം ഓ അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായി. ഓ മുട്ടോളമല്ല അരയോളവും ഓ മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിരുന്നേ. മുട്ടോളം ഓ അരയോളവും അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിരുന്നേ. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ഓ യേശുവേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ഓ മുട്ടോളം ഹല്ലേലൂയ. ഓ ജീസസ് ഹല്ലേലൂയ. മുട്ടോളം അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിരുന്നേ. മുട്ടോളം ഓ അരയോളവും അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിരുന്നേ. നിരക്കുക നിന്നഗ്നിയാൽ, നിരക്കുക നിൻ ശക്തിയാൽ, നിൽക്കുക നിൻ ജീവനാൽ നിന്നെ ഘോഷിക്കുവാൻ. നിരക്കുക നിന്നഗ്നിയാൽ, നിരക്കുക നിൻ ശക്തിയാൽ, നിരക്കുക നിൻ ജീവനാൽ നിന്നെ ഘോഷിക്കുവാൻ. മുട്ടോളം അരയോളവും അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിരുന്നേ. മുട്ടോളം ഓ റികരദനരദനരശകേ റിബനരദശകേ ഹല്ലേലൂയ. മുട്ടോളം ഓ അരയോളവും ഓ അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളം ഓ റിബനരദശകരദന റിബനരദശകേ റികരദനരദന റിബനരദശകരദന ഓ റികരദനരദനരശകോ കരദനരദന ഓ റിബനരദനരദന ശകരദനരദനശേ. Hallelujah, glory God. Oh, rikarada, rimanada, shekere. Oh, rimanada, shekere. Rikarada, shekere, diaraba, shekere. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പകൽ കലമാത്മാവിന്റെ ശക്തി, ഇന്ന് പകൽ കലമാത്മാവിന്റെ ബലത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനാൽ നിനക്ക് സ്തോത്രം. We give you praise. Hallelujah, 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 hallelujah. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ.
ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. ജീസസ്. ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ആ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും ഞാൻ, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും ഞാൻ, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം പെറ്റതല്ലാതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. പെറ്റതല്ലാതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. ആ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും ഞാൻ, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും ഞാൻ, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. തിരുക്കരത്തിൽ വൻ സാഗര ജലമെല്ലാം അടക്കുന്ന കരുത്തിടും യാഹവൻ താൻ. തിരുക്കരത്തിൽ വൻ സാഗര ജലമെല്ലാം അടക്കുന്ന കരുത്തിടും യാഹവൻ താൻ. ഒരു ഇടയനെ പോലെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഒരു ഇടയനെ പോലെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ആ ഹല്ലേലൂയ ശബ്ദമുയർത്തി ഹല്ലേലൂയ ഗ്ലോറി. എൻ്റെ അല്ലലകിലവും തീർത്തിടും ഞാൻ, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും ഞാൻ, നോക്കി പാർത്തിടും. ഓ ഉള്ള കലങ്ങുന്ന നേരത്ത് പ്രിയൻ തൻ വാഗ്ദത്തം ഒട്ടിച്ചുണർത്തുമെന്നേ. ഉള്ള കലങ്ങുന്ന നേരത്ത് പ്രിയൻ തൻ വാഗ്ദത്തം ഒട്ടിച്ചുണർത്തുമെന്നേ. ഉള്ള കാലത്തിൽ വരച്ചവൻ ഓർമ്മിക്കധീശൻ താൻ എന്നോട് ആശ്വാസകൻ. ഉള്ള കാലത്തിൽ വരച്ചവൻ ഓർമ്മിക്കധീശൻ താൻ എന്നോട് ആശ്വാസകൻ. ഓ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും ഞാൻ, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും ഞാൻ, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. മാറും മനുജരെല്ലാം അഹിതലമതു തീജ്വാലക്കിരയായി മാറുകിലും. മാറും മനുജരെല്ലാം ഇരയായി മാറുകിലും. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിന്നാളാസന്നമായി. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിന്നാളാസന്നമായി. ആ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും ഞാൻ, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും ഞാൻ, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. പെറ്റതല്ലാതൻ കുഞ്ഞിന്
ഞാൻ എന്റെ ജീവിതയാത്രയതിൽ എന്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ എന്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ തിരുക്കരത്തിൽ വൻ സാഗര ജലമെല്ലാം അടക്കുന്ന കരുത്തിടും യാഹവൻ താൻ തിരുക്കരത്തിൽ വൻ സാഗര ജലമെല്ലാം അടക്കുന്ന കരുത്തിടും യാഹവൻ താൻ ഒരു ഇടയനെ പോലെ ഒരു ഇടയനെ പോലെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ ഒരു തകർത്ത മുന്നേറ്റം ആത്മീക ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു തകർത്ത മുന്നേറ്റം ആത്മീക ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഉടമനരഗദന ശകരഗദഗദന റൈമാനഗത്വലോജഗത്തിയാലവ ശഖന റൈദനാരഗദനേരിയാലവ ശംഖാലഗദഗദന റൈമന. എല്ലാ രോഗങ്ങളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഓ ദൈവദിനത്തെ കടന്നാക്രമിക്കുന്ന സകല രോഗാത്മാക്കളെയും ഇന്ന് പകരം യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു പിതാവേ. അനർത്ഥങ്ങളെ ഞങ്ങൾ ശാസിക്കുന്നു. ശക്തമായി ദൈവത്തെ തുതിക്കുവാൻ തുടങ്ങിയാട്ടെ. ഈ പകൽക്കാലത്ത് ശക്തമായി ദൈവത്തെ തുതിക്കുവാൻ തുടങ്ങുമ്പോൾ നിന്റെ ഭവനത്തിന്റെ അകത്തേക്ക് ഇറങ്ങുന്ന ദൈവശക്തി, നിന്റെ
കുടുംബത്തെ കാക്കുന്ന ദൈവിക ശക്തി ഇന്ന് പകൽക്കാലം ആരാധനയുടെ ശബ്ദം ഉയരട്ടെ, ആരാധനയുടെ ശബ്ദം ഉയരട്ടെ. നീ വിശ്വാസത്താൽ ആരാധിക്കുമ്പോൾ ശത്രുവിന്റെ സകല കോട്ടകളും നിന്റെ മുന്നിൽ തകർന്നു വീഴുകയാണ്. ഇതുവരെ നീ കാണാത്ത മുന്നേറ്റങ്ങളെ കാണുവാൻ, ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ബ്രേക്ക് ത്രൂ ജൂലൈ മാസത്തിൽ കാണുവാൻ ഇന്ന് പകലിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇരിക്കുമ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ഈ ദൈവിക ശക്തി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഈ രോഗശക്തി, ഹല്ലേലൂയ, ഈ രോഗത്തിന്റെ സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, രോഗം തളർത്തിയിട്ടിരിക്കുന്ന നിന്നെ ഇന്ന് പകലിൽ ആരാധന എഴുന്നേൽപ്പിക്കും. നിരാശയുടെ കയറുകൊണ്ട് കെട്ടിവെച്ചിരിക്കുന്ന നിന്നെ ഇന്ന് പകൽക്കാലം ആ കെട്ടടിച്ച് സ്വതന്ത്രമാക്കും. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ പ്രതികരിക്കാൻ അറിയാവുന്നവരാണ് എന്റെ മുൻപിൽ നിൽക്കുന്നത്. എങ്കിലും ഇതിന്റെ അകത്ത് ആർക്കെങ്കിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ, ദൈവ സാന്നിധ്യത്തെ മാനിക്കുവാൻ എന്ത് ചെയ്യുവാൻ സാധിക്കും? ഒന്ന്, കാഴ്ചക്കാരായി നിൽക്കാതെ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും പരിശുദ്ധാത്മാവിന്റെ ചലനത്തിനായി വിട്ടുകൊടുത്താണ്. അടുത്ത ചില കോറസും കൂടെ പാടുവാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവേ, മുട്ടോളമല്ല അരയോളം പോരാ, നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ഒരു ആത്മനദിയിലേക്ക് എന്നെ വലിച്ചെറിയണമേ. കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സഫലത പ്രാപിക്കണമെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് അടുക്കണമെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ദൈവിക പദ്ധതികളിലേക്ക് ഞാൻ കടക്കണമെങ്കിൽ, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടികൾ വരണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ന് യേശുവിന്റെ നാമത്തെ നമ്മൾ ഉയർത്തുന്നു, പിതാവിനെ ആരാധിക്കുന്നു. എങ്കിലും പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ നമ്മൾ ഇന്ന് പകൽക്കാലം ചലിക്കുവാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ, ആരും കാഴ്ചക്കാരായി നിൽക്കട്ടെ. സഭയായി ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്തോട് ഒരു ആത്മനദിയായി ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുത്തോളമല്ല അരയോളവും പോരാ, അങ്ങീവും നീടുവാൻ കൊതിയായിരുന്നേ. മുത്തോളമല്ല അരയോളവും പോരാ, അങ്ങീവും നീടുവാൻ കൊതിയായിരുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങീടുവാൻ കൊതിയായിരുന്നേ. ഓ മുട്ടോളം അരയോളവും പോരാ, അങ്ങീവും നീടുവാൻ
മുട്ടോളം അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. പകൽക്കാലം സഭയെ ഞാൻ ഓർപ്പിക്കട്ടെ, ചിലരെ ദൈവത്തിന്റെ ആത്മാവ് കരങ്ങളിൽ എടുക്കുവാൻ പോകുകയാണ്. It's just going to carry you. നിങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് കരങ്ങളിലൊക്കെ അങ്ങ് എടുക്കുവാൻ പോകുകയാണ്. എത്ര പരിശ്രമിച്ചിട്ടും എത്ര പ്രയത്നിച്ചിട്ടും സാധിക്കാത്ത ചില കാര്യങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ എടുത്തുകൊണ്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. Just let go of yourself. പറഞ്ഞാട്ട്, കർത്താവേ, എൻ്റെ കഴിവും എൻ്റെ സാമർഥ്യവും എൻ്റെ പരിശ്രമവും എൻ്റെ അറിവും എൻ്റെ സകലതും it's over. അങ്ങയുടെ സഹായമില്ലാതെ എനിക്ക് സാധിക്കുകയില്ല. ഇന്നൊരു വാഗ്ദത്തം പറയട്ടെ, ചിലരെ ദൈവത്തിന്റെ ആത്മാവ് കരങ്ങളിൽ എടുക്കുവാൻ പോകുകയാണ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. Once again, just once again, please. മുട്ടോളമല്ല, അരയോളം പോരാ, അങ്ങിൽ മുങ്ങിയിടുവാൻ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, പിതാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എല്ലാ കരങ്ങളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഉയരട്ടെ. ഇതിന്റെ അകത്തിരിക്കുന്നവരും ഏതെങ്കിലും ഒരു മീഡിയയിൽ കൂടെ ദൈവത്തെ ആരാധിക്കുവാൻ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നവരും കഴിയുമെങ്കിൽ just lift up your hands. ആ കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞാട്ട്, കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. പിതാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പിതാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. We worship you, Father. യേശുവേ, ഇന്ന് അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി, ഇന്ന് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാനായി, മഹത്വം മുഴുവൻ അങ്ങേക്ക് മാത്രമായിരിക്കും. മഹത്വം മുഴുവൻ അങ്ങേക്ക് മാത്രമായിരിക്കും. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ചില കാര്യങ്ങൾ ഇവിടെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ആത്മാവിൽ ആരാധന ഉയരുകയാണ്. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ആരാധന ഉയരുകയാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ ഘടനയെ പോലും മാറ്റുന്നത് പോലെ ഒരു ദൈവശക്തിക്കായി പ്രാർത്ഥിച്ചു. മനോഭാവങ്ങളെ മാറ്റുന്നത് പോലെ പ്രാർത്ഥിച്ചു. ജീവിത അനുഭവങ്ങളെയും അവസ്ഥകളെയും മാറ്റുന്നത് പോലെ പ്രാർത്ഥിച്ചു. നിങ്ങളുടെ ഭാവിയെ തിരുത്തി കുറിക്കുന്നത് പോലെ ഒരു ദൈവിക സ്പർശനത്തിനായി പ്രാർത്ഥിച്ചാട്ട് എന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ സകല വഴികളെയും സ്പർശിക്കുവാൻ ശക്തമായ ഒരു ദൈവ സാന്നിധ്യം ഇതിന്റെ അകത്ത് ചലിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ശരീരത്തിൽ ആ വേവ്സ്, ആ തരംഗങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ചില ശരീരങ്ങൾ അത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. വേവ്സ് എന്നതുപോലെ, തിരമാലകൾ പോലെ ഇതിന്റെ അകത്തേക്ക് ചിലതൊക്കെ വ്യാപരിക്കുകയാണ്. ദൈവശക്തി വ്യാപരിക്കുകയാണ്. ഇതിന്റെ അകത്ത് മാത്രമല്ല, ഇവിടെ ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഒരുപക്ഷേ ഹാർവെസ്റ്റ് ടെലിവിഷനിൽ കൂടായിരിക്കും, ഒരുപക്ഷേ ബഥൽ റീമ റേഡിയോയിൽ കൂടായിരിക്കും, ഒരുപക്ഷേ വെബ്കാസ്റ്റിൽ കൂടായിരിക്കും, ഒരുപക്ഷേ ഏതെങ്കിലും ഒരു മീഡിയയിൽ കൂടായിരിക്കും, ഏതെങ്കിലും ഒരു ചാനലിൽ കൂടായിരിക്കും. എന്ന് ഈ ശബ്ദം ശ്രദ്ധിക്കുന്നവർ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരുടെ ശരീരത്തിലേക്ക്, ഭവനങ്ങളിലേക്ക്, ജീവിതാവസ്ഥകളിലേക്ക് എന്ന് തിരമാല പോലെ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ സാന്നിധ്യവും സ്പർശിക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾ, തലോടുന്ന ദൈവത്തിന്റെ കരങ്ങൾ ചിലതിന്റെ മീതെ, ചില ഭവനങ്ങൾക്ക് മീതെ ഇപ്പോൾ വ്യാപരിക്കുകയാണ്. അതിനായി ദൂതന്മാരുടെ ശുശ്രൂഷകൾ ഇന്ന് പകൽക്കാലം സഭയായി ഞങ്ങൾ റിലീസ് ചെയ്യുകയാണ്. ഇവിടെ മാത്രമല്ല, എന്റെ വചനം അതിന്റെ പ്രവൃത്തി ചെയ്തിട്ടല്ലാതെ മടങ്ങി വരികയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ സൗഖ്യങ്ങൾ ആവശ്യമുള്ളിടത്ത്, അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നിടത്ത്, ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നിടത്ത് ഇന്ന് ദൈവിക കരം ചലിക്കുകയാണ്. കരങ്ങളെ അടിച്ചോ, കരങ്ങളെ അടിച്ചോ. Wherever you are, എവിടെയാണെങ്കിലും കരങ്ങളെ അടിച്ചോ, കരങ്ങളെ അടിച്ചോ. ദൈവത്തെ സ്തുതിച്ചോ, ദൈവത്തെ ആരാധിച്ചോ. ഇന്ന് ആരാധനയിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു വരികയാണ്. ആ പാട്ടിൽ ദൈവത്തിന്റെ കവാടങ്ങൾ തുറന്നു വരികയാണ്. സ്വർഗീയ കവാടങ്ങൾ തുറന്നു വരികയാണ്. ഇതിന്റെ മുകളിൽ ആ കവാടങ്ങൾ തുറന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഭവനങ്ങളുടെ മുകളിൽ ആ കവാടങ്ങൾ തുറന്നിരിക്കുകയാണ്. ആൾക്കൂട്ടത്തിനിടയിലാണെങ്കിലും നിങ്ങളുടെ മീതെ ആ കവാടം തുറന്നിരിക്കുകയാണ്. ഒരു ശൗലിന്റെ മീതെ ഒരു സ്വർഗീയ കവാടം തുറന്നപ്പോൾ ശൗൽ കേൾക്കുന്ന ശബ്ദം പോലെ, ശൗലിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു രൂപാന്തരം കൊണ്ടുവരുന്ന ഒരു ശബ്ദവും സാന്നിധ്യം പോലെ, ആൾക്കൂട്ടത്തിന്റെ ഇടയിലും കുതിര പുറത്തിരിക്കുന്നവന്റെ മേലും ഒരു സാന്നിധ്യം വ്യാപരിച്ചതുപോലെ ഇന്ന് നിങ്ങളുടെ മേൽ ഒരു വലിയ സ്പർശനം, ഒരു വലിയ സാന്നിധ്യം
അത് ഞങ്ങൾ സഭയായി യേശുവിന്റെ നാമത്തിൽ ആ കവാടങ്ങൾ തുറന്നു വരുവാൻ പ്രാർത്ഥിക്കുന്നു. Let the portals of heaven be opened above us. ഇതിന്റെ അകത്തും പുറത്തുമായി ആരാധനയിൽ പങ്കെടുക്കുന്നവരുടെ ഭവനങ്ങൾക്ക് മീതെ ആ സ്വർഗീയ കവാടം തുറന്നിരിക്കട്ടെ. രോഗസൗഖ്യത്തിനായി, പ്രാർത്ഥനയുടെ മറുപടികൾക്കായി, ദൈവിക അനുഗ്രഹങ്ങൾക്കായി, വചനത്തിന്റെ വെളിപ്പാടിനായി, രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തിക്കായി താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. വലിയ ദൈവിക പ്രവർത്തികൾക്കായി ആ കവാടങ്ങൾ തുറന്നിരിക്കുന്നതിനാൽ സ്തോത്രം. ഇന്ന് ചില സൗഖ്യങ്ങൾ നടക്കുന്നതിനാൽ സ്തോത്രം. സഭയെ ഞാൻ ഓർപ്പിക്കട്ടെ, സാധാരണ 4ാമത്തെ ആഴ്ചയിലാണല്ലോ നമ്മൾ രോഗസൗഖ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് അധികം സമയം അതിനുവേണ്ടി എടുത്തില്ലെങ്കിലും ദൈവാത്മാ വ്യക്തമായി എന്നോട് സംസാരിച്ച ഒരു കാര്യം പറയട്ടെ. എന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഒറ്റൊരാൾ പോലും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ വിളിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ലെങ്കിലും ഹാർട്ടിന്റെ പ്രശ്നത്തെ ശാസിക്കുവാൻ വീണ്ടും ദൈവാത്മാവ് എന്നോട് സംസാരിക്കുകയാണ്. സോ സഭയായി ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവർ, താങ്ക് യു ലോർഡ്, അങ്ങനെ ഏതെങ്കിലും ഒരു പൈശാചിക അറ്റാക്ക് ഈ ദിവസങ്ങളിൽ വരുവാൻ പിശാച തന്ത്രത്തോടെ മെനഞ്ഞിരിക്കുന്ന ചില വ്യക്തികൾക്ക് മീതെ ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ വരാതെ യേശുവിന്റെ നാമത്തിൽ ഒരു കാവലും, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ചിലർക്ക് യേശുവിന്റെ നാമത്തിൽ ഇനിയും ആ വേദനയും ആ ഡിസ്റ്റർബൻസും ഇല്ലാതെ ഒരു സൗഖ്യവും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ചില നിമിഷങ്ങൾ കൂടെ പ്രാർത്ഥിച്ചാട്ടെ. എനിക്കറിയാം സമയം അല്പം മുൻപോട്ട് പോയി, എങ്കിലും നമ്മൾ ചില നിമിഷങ്ങൾ കൂടെ കർത്താവിന്റെ സാന്നിധ്യത്തിനായി, കർത്താവിന്റെ കരങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ലോർഡ്. ഇന്ന് ചില കരങ്ങൾ ദൈവത്താൽ സ്പർശിക്കപ്പെടുവാൻ, ചിലരുടെ കരങ്ങളെ ദൈവം കയറി പിടിക്കുവാൻ. Did you hear me? ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ചില കരങ്ങളെ ദൈവം കയറി പിടിക്കട്ടെ. നിങ്ങളുടെ കരങ്ങളെ ദൈവം പിടിച്ചു കഴിഞ്ഞാൽ നടക്കേണ്ട വഴിയെ ദൈവം നിങ്ങളെ നടത്തിക്കൊണ്ടു പോകും. ലോർഡ്, ചില കരങ്ങളെ കർത്താവ് ഒന്ന് പിടിക്കുവാൻ, നിയന്ത്രണം കർത്താവ് ഏറ്റെടുക്കുവാൻ, ആത്മാവിന്റെ നടത്തിപ്പിൽ ഞങ്ങൾ മുൻപോട്ട് പോകുവാൻ, ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ഞങ്ങൾ മുൻപോട്ട് പോകുവാൻ ഇതാ കർത്താവെ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. തുടർന്ന് വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ചാലും പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥനയുടെ എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാലും. താങ്ക് യു ലോർഡ്. കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് പെട്ടെന്ന് തിരിയുവാൻ പോകുക. അതിന്റെ മുൻപേ ഞാൻ പ്രാർത്ഥിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായി പറയട്ടെ. സീനിയർ പാസ്റ്റർ ദുബായിലാണല്ലോ, ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ ആഴ്ചയിലും അവിടെ ആയിരിക്കും. വരുന്ന ശനിയാഴ്ച മടങ്ങി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ പ്രാർത്ഥനയിൽ അവിടെയുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി ദയവായി ഇവിടെ പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യുന്നവർ പ്രാർത്ഥിക്കുക. ഈ സഭയുടെ ശുശ്രൂഷയിൽ അനുഗ്രഹിക്കപ്പെടുന്ന അനേകരുണ്ട്. ഓഫ് കോഴ്സ് സീനിയർ പാസ്റ്റർ മാത്രമല്ല, നമ്മുടെ സഭയിൽ നിന്നും അനേകർ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, UAE ഉൾപ്പെടെ ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ, ഐ തിങ്ക് എവറി കോണ്ടിനെൻറ്റ്, എല്ലാ ഭൂഖണ്ഡങ്ങളിലും നമ്മുടെ ആൾക്കാർ ഇന്നും കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ സഭയിൽ നിന്ന് പോയിട്ടുള്ളവരുണ്ട്. ഓരോരുത്തരുടെയും ശുശ്രൂഷയിൽ സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. മാത്രമല്ല കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോകണം. പോകുവാൻ കഴിയുന്നവർ പോകുന്നു, അവസരങ്ങൾ, വാതിലുകൾ ദൈവം തുറക്കുന്നവർ അത് ചെയ്യുന്നു. എങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് പുറപ്പെടുന്ന ഒരു ജീവജലത്തിൻ്റെ നദിയുണ്ട്. ലെറ്റ് മീ ടെൽ യു, ആ ജീവജലത്തിൻ്റെ നദിക്കകത്തേക്ക് നമ്മളുടെ അകത്തുനിന്ന് പകരപ്പെടുന്ന, നമ്മളുടെ അകത്തുനിന്ന് ഉയർന്നു വരുന്ന ആത്മജലത്തിൻ്റെ ആ നദിയുടെ പകർച്ച ലോകത്തിൽ പല സ്ഥലങ്ങളിൽ പലർക്ക് അനുഗ്രഹമായി മാറുന്നു. അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വിളിക്കാറുണ്ട്, പാസ്റ്ററെ നിങ്ങളുടെ മെസ്സേജസ്, അതായത് ബെത്ലഹേമിൽ നിന്ന് വരുന്ന ആരാധനയും ഇവിടുന്ന് വരുന്ന ഉയരുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു പകർച്ചയും ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. അങ്ങനെ പറയുവാൻ, അനേകരെ ശുശ്രൂഷിക്കാൻ, ഐ റിമെമ്പർ അനേക ദൂതുകൾ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത്, ഇത് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് ജീവജലത്തിൻ്റെ നദികൾ പകരുന്ന ഒരു ഇടമായി മാറും. ആദ്യമൊക്കെ വെളിപ്പാടുകൾ കണ്ടവർ പറഞ്ഞത് ഒരു വലിയ വാട്ടർ ടാങ്ക് ഇവിടെ ഉയർന്നു വരുന്നു. ആ വാട്ടർ ടാങ്ക് പട്ടണത്തിനും മാത്രമല്ല പല രാജ്യങ്ങൾക്കും ആവശ്യമുള്ള ലിവിങ് വാട്ടേഴ്സ്, വെള്ളത്തിൻ്റെ പകർച്ചയ്ക്കായി ദൈവം ഈ സ്ഥലത്തു നിന്ന് കണക്ഷൻസ് നൽകും. ആദ്യമൊക്കെ പറഞ്ഞവർ വെറും വാട്ടർ ടാങ്ക് ആയിട്ടാണ് പറഞ്ഞത്. അന്ന് ആക്ച്വലി പലരും പറഞ്ഞത് ഇവിടുന്ന് വെള്ളത്തിൻ്റെ സപ്ലൈ ഉണ്ടായിരിക്കുമെന്ന് പോലും ആൾക്കാർ പറഞ്ഞു. എനിവേസ്, എങ്കിലും ഇൻ ദ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം, ചില നാളുകൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആ ആലോചനയുടെ അർത്ഥം എന്താണെന്ന്. ആലോചനയുടെ അർത്ഥം ഇവിടെ നിന്ന് ഒഴുകുന്ന വചന ശുശ്രൂഷയും ഇവിടെ നിന്ന് ഒഴുകുന്ന ആത്മസാന്നിധ്യവും പല സ്ഥലങ്ങളിലുള്ള ജനത്തിന് വലിയ അനുഗ്രഹത്തിനായി അത് മാറും. അതിന് മുഖാന്തരമായി ഹാർവെസ്റ്റ് TV, അതിന് മുഖാന്തരമായി വ്യത്യസ്ത ചാനലുകൾ, അതിന് മുഖാന്തരമായി വെബ്കാസ്റ്റും ബethel റേമ റേഡിയോയും ഒക്കെ ദൈവം തന്നു. അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇതിൻ്റെ അകത്തൂടെ ശ്രദ്ധിക്കുന്നവർക്കെല്ലാം, ഞാൻ ഈ സഭയോടെ സംസാരിക്കുന്നത്, ഇതിൻ്റെ അകത്തൂടെ എല്ലാം ശ്രദ്ധിക്കുന്നവർക്ക് സഭയുമായി ഒരു വലിയ കണക്ഷനുണ്ട്. സഭയുമായിട്ടൊരു വലിയ കണക്ഷനുണ്ട്. സോ നമ്മളുടെ ഒരു ദൗത്യമാണ് ഓരോ ആഴ്ചയിലും നമ്മളോടൊപ്പം ആരാധനയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്.
ഇവിടെ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ മാത്രമല്ല, ഇവിടെ ശുശ്രൂഷിക്കുന്ന വർഷിപ്പ് ടീമും റിസപ്ഷൻ ടീമും മാത്രമല്ല, ഇവിടെ ശുശ്രൂഷിക്കുന്ന അനേകരുണ്ട്. ഇതിൻ്റെ അകത്ത് വചനം ശുശ്രൂഷിക്കുവാൻ മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് വചനത്തിൽ നിന്നും ധ്യാനിച്ച് ലോകത്തിൽ അനേകർക്ക് പ്രയോജനപ്പെടുമാർ ഇവിടുന്ന് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകൾ, വചന ശുശ്രൂഷകൾ മാത്രമല്ല, അത് നന്നായി പ്രസൻറ്റ് ചെയ്യുവാൻ ഉള്ള മീഡിയ ടീം, അത് അവർക്കായി മിക്കവാറും യങ് ടീനേജേഴ്സിൽ കൂടി അവർ വളരെ കുറച്ച് പേരുള്ള ടീമിൽ അനേകർ പ്രവർത്തിക്കുന്നവരുണ്ട്. സഭ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട അളവിൽ കർത്താവ് വളർത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. മറ്റൊരു കാര്യം കൂടെ പറയട്ടെ, ഇതിൻ്റെ അകത്തിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഇതിൻ്റെ അകത്തിരിക്കുന്നവർക്ക് ഒരു നല്ല കമ്മ്യൂണിറ്റി സപ്പോർട്ടിനായി കർത്താവ് സഭയെ ഉയർത്തി. കഴിഞ്ഞ ആഴ്ചയിലും ഞാൻ വളരെ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. പേരെടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ആവശ്യത്തിൻ്റെ മുൻപിലിരുന്ന പല ഭവനങ്ങളെയും സഹായിക്കുവാൻ ഔട്ട് ഓഫ് ദ വേ ചേർച്ചിൻ്റെ ലീഡർഷിപ്പ്, ചേർച്ചിൻ്റെ മെമ്പേഴ്സ് ഇറങ്ങി പ്രവർത്തിക്കുന്നത് കാണുവാനിടയായി തീർന്നു. ആരുടെയും പേരെടുക്കുന്നില്ലെങ്കിലും ഞാൻ പറയട്ടെ, ദൈവം അതിന് പ്രതിഫലം തന്നിരിക്കും. അവരവരുടെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് നമ്മളൊരു കുടുംബമാണെന്നും നമ്മൾ ഒരു ശരീരത്തിൻ്റെ അംഗങ്ങളാണെന്നും അവയവങ്ങളാണെന്നും ആ ശരീരത്തിന് ആവശ്യം വരുമ്പോൾ എൻ്റെ ആവശ്യത്തെക്കാൾ ഉപരി സെൽഫ്ലെസ്ലി, അതിനേക്കാൾ ഉപരി സെൽഫ് സാക്രിഫിഷ്യലി, ത്യാഗമനോഭാവത്തോടുകൂടെ മറ്റുള്ളവരെ സഹായിക്കുവാൻ കഴിഞ്ഞ ഒരാഴ്ചയിൽ അനേക അനുഭവങ്ങൾ ഞാൻ കണ്ടു. ഐ എം സോ താങ്ക്ഫുൾ ടു ദ ലോർഡ്. കർത്താവിനോട് നന്ദിയുണ്ട്, ഇതിൻ്റെ അകത്തിരിക്കുന്നവരോട് നന്ദിയുണ്ട്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ജെയിംസ് അങ്കിൾ പറഞ്ഞ ഒറ്റ ആശയം ഞാൻ പറയട്ടെ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ ഒരു വാക്ക് പറഞ്ഞു, വിച്ച് ഇസ് വെരി ഡീപ്പ് ആൻഡ് മീനിങ് ഫുൾ. അങ്കിൾ ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ, ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. ഒരു ശിശു ജനിക്കുന്നിടം മുതൽ ഒരു വ്യക്തി മരിക്കുന്നിടം വരെ ഒരു കുടുംബത്തിന്, വ്യക്തികൾക്ക് അഭേദ്യമായ ബന്ധം പുലർത്തുവാൻ ദൈവം ഭൂമിയിൽ തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അത് സഭയാണ്. ഞാനത് വിശ്വസിക്കുന്നു. നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന പലരും പറയാറുണ്ട്, പാസ്റ്റർ, ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് യൂറോപ്പിൻ്റെ രാജ്യങ്ങളിൽ, വ്യത്യസ്ത രാജ്യങ്ങളിൽ ഞങ്ങളുടെ ചുറ്റുപാടിൽ ഒറ്റ പെന്തിക്കോസ് സഭയോ ഇല്ലെങ്കിൽ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്ന ഒരു സഭയോ അല്ല, ഒരു കൂട്ടായ്മയോ ഇല്ല. ഞങ്ങൾക്ക് ആകെപ്പാടെ ലഭിക്കുന്ന സ്പിരിച്വൽ സോഴ്സ് ഓഫ് ഫുഡ്, ഞങ്ങൾക്ക് ആത്മീയ ആഹാരം ലഭിക്കുന്ന ഒറ്റയൊരു സോഴ്സ്, ഏറ്റവും പ്രധാന ഒരു സോഴ്സ് ബethel AG ചർച്ചാണ്. ദൈവം അങ്ങനെയുള്ളവരെയും അനുഗ്രഹിക്കട്ടെ. അതേസമയം എവിടെയെങ്കിലും ഒരു കോൺഗ്രിഗേഷൻ, ഒരു കൂട്ടത്തിൽ, ഒരു സഭയുടെ ഭാഗമായി പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആത്മീയവും ഭൗതികവുമായ സകല കാര്യങ്ങളും ദൈവം നമ്മൾക്ക് വെച്ചിരിക്കുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റമാണല്ലോ. അതുകൊണ്ട് ബethel AG ചർച്ചിനെയും അതുപോലെ ലോകത്തിലൊക്കെയുമുള്ള ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ക്രിസ്തയേശുവിൻ്റെ സഭയായി ദൈവം നിയമിച്ചിരിക്കുന്ന എല്ലാ സഭകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സഭയിൽ വന്ന ഓരോരുത്തരും ഭാഗ്യവാന്മാരാ. പ്രൈസ് ദ ലോർഡ്. സഭയുടെ മീതെ ഉള്ള അഭിഷേകത്തിൻ്റെയും കാവലിൻ്റെയും ഒരു വലയം നമ്മളുടെ ഓരോരുത്തരുടെയും മീതെയുണ്ട്. പലപ്പോഴും നമ്മളുടെ ജീവനെ ചോദ്യം ചെയ്യുവാൻ, നമ്മളുടെ നന്മകളെ ചോദ്യം ചെയ്യുവാൻ പിശാച് അടുത്തു വരുമ്പോൾ ദൈവത്തിന് പറവാനുള്ളത്, ഇല്ലെങ്കിൽ പിശാച് നോക്കുമ്പോൾ ഒരു വലിയ കാവലിൻ്റെ വലയം നമ്മൾക്ക് ചുറ്റുമുണ്ട്. കാര്യം ദൈവം പറഞ്ഞു, ഞാൻ തന്നെ നിങ്ങൾക്ക് ചുറ്റും ഒരു അഗ്നിമതിലായിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് ചുറ്റുമുള്ളതും കൊണ്ട് നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ചുറ്റും അതുണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്നവർ മാത്രമല്ല, ഇതിൻ്റെ അകത്തല്ലാതെ പുറത്തുനിന്നും ഈ സഭയോട് ആത്മീയ ബന്ധം പുലർത്തുന്നവർ, അഭിഷേകത്തിൻ്റെ കുടക്കീഴിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും മീതെ ആ ഒരു വലിയ പരിച, ആ വലിയൊരു കാവൽ, ആ വലിയൊരു മേഘം, ആ വലിയൊരു ദൈവ സാന്നിധ്യം ഉള്ളതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അത് പ്രാർത്ഥനയിൽ കൂടെ വർദ്ധിക്കുവാനും മെയിൻറ്റെയിൻ ചെയ്യുവാൻ സാധിക്കും എന്ന് ഓർപ്പിക്കട്ടെ. അങ്ങനെ നമ്മളോടൊപ്പം ആയിരിക്കുന്ന സകല മീഡിയയിൽ കൂടെ നമ്മളോടൊപ്പമുള്ള മെമ്പേഴ്സിനായി ഞാൻ പറഞ്ഞ വാക്കുകൾ വളരെ വളരെ ചിന്തിച്ചിട്ടാണ് പറയുന്നത്. നമ്മളുടെ കൂടെ ഉള്ള മെമ്പേഴ്സ്, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളുള്ളവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാം. എന്നാൽ ഞാൻ എത്രയും പെട്ടെന്ന് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം വിസ്ഡം ഫ്രം അബവ്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. ദൈവത്തിൻ്റെ വചനത്തിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി ശക്തമായി പഠിപ്പിക്കുന്നു. ഇന്ന് ഈ ആരാധനയിൽ ഈ മെസ്സേജ് കഴിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ അറ്റ്ലീസ്റ്റ് ഒരു ഒടുവിലത്തെ 5-6 മിനിറ്റുകൾ എടുക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതുവരെ ഇല്ലാത്തൊരളവിൽ ചിലരിലേക്ക് ഒരു ജ്ഞാനാത്മാവിൻ്റെ പകർച്ചയെ ദൈവം തരണം. ഇന്നൊരു വലിയ പകർച്ച ഇവിടെ ഉണ്ടാകും. തുറന്നിരിക്കുന്ന ഹൃദയത്തോട് ആരെങ്കിലും ഇരുന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ അകത്തേക്ക് ജ്ഞാനാത്മാവിൻ്റെ ഒരു പകർച്ച ഉണ്ടായിരിക്കും. അത് പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി എന്ന് സ്തോത്രം പറഞ്ഞാലും താങ്ക് യു ലോർഡ്. പ്രതികരണങ്ങൾക്കായി സ്തോത്രം. പ്രതികരണങ്ങളിൽ വലിയ അർത്ഥമുണ്ട്. പ്രതികരണങ്ങൾക്കുള്ള അവസരം തരുമ്പോൾ ജസ്റ്റ് റെസ്പോണ്ട്. കാര്യം ആരെയും ശ്രദ്ധിക്കത്തില്ല, എങ്കിലും കാണുന്നൊരു സ്വർഗമുണ്ട്. പ്രതികരണങ്ങൾക്ക് അതിൻ്റെ സ്ഥാനമുണ്ട്. സോ ഇന്ന് ഇവിടെ പ്രതികരിക്കുമ്പോൾ, ഇന്നിവിടെ തുറന്നു വരുമ്പോൾ, ഇന്നിവിടെ ഹൃദയം തുറന്നു വരുമ്പോൾ, മനസ്സ് തുറന്നു വരുമ്പോൾ, ശരീരം അതിനായി അലൈൻ ചെയ്യുമ്പോൾ, പൊസിഷൻ ചെയ്യുമ്പോൾ ഞാൻ പറയട്ടെ, ശരീരം അടച്ചു പൂട്ടി വെച്ചാൽ എത്ര പകർച്ച സ്വർഗത്തിൽ നിന്ന് വന്നാലും നമ്മളുടെ മീതെ നമ്മൾ നനഞ്ഞ്
പോകുകയല്ലാതെ നമ്മളുടെ അകത്തേക്ക് നിറയുവാൻ അത് നമ്മളെ അനുവദിക്കുകയില്ല. സോ ലെറ്റ് ഗോ ഓഫ് യുവർ ബോഡി, ലെറ്റ് ഗോ ഓഫ് യുവർ സെൽഫ്. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ആത്മാവ് ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കാം. ചില നിമിഷങ്ങൾക്കകം നമ്മളുടെ ചിന്തകളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവവചനത്തിൻ്റെ ചില ആശയങ്ങൾ പറഞ്ഞാൽ അത് നമ്മളെ തുറക്കുവാൻ, നമ്മളെ ദൈവത്തിൻ്റെ പകർച്ചകൾക്കായി തുറക്കുവാൻ അതൊരു മുഖാന്തരമാകും. എങ്കിലും നമ്മളുടെ പ്രതികരണങ്ങളിൽ കൂടെ മാത്രമേ നമ്മളെ നിറയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഇന്ന് ചിലർ പ്രാപിച്ചിരിക്കും. അത് വിശ്വാസത്താൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അത് വിശ്വാസത്താൽ അന്തരീക്ഷം അതിനായി റിലീസ് ചെയ്യുകയാണ്. ഈ മെസ്സേജ് അവസാനിക്കുന്നതിന് മുൻപേ ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന പലരുടെ അകത്തേക്കും ഞാൻ ആത്മാവിനാൽ ദൈവം നിറയ്ക്കുവാൻ ഐ റിലീസ് ആൻഡ് ഓപ്പണിംഗ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാണ്. കർത്താവേ, അന്തരീക്ഷത്തെ അതിനായി തുറന്നിടണം. ഞങ്ങളുടെ തലമുറകളെ അതിനായി തുറക്കണം. ഞങ്ങളുടെ ഹൃദയത്തെ അതിനായി തുറക്കണം. ഞങ്ങളുടെ ഭവനങ്ങളെ അതിനായി തുറക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, ഏത് പ്രായമുള്ളവരാണെങ്കിലും ഇറ്റ് റിയലി ഡസൻറ്റ് മാറ്റർ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ സഫലമായ ഒരു ജീവിതം, ക്രിസ്തീയ ജീവിതം, ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ചിലർ പ്രാപിക്കണം. ആധാരമായി ആദ്യത്തെ വാക്യം വായിക്കാം. റോമാലേഖനം 8:14. ഈ വാക്യവും ഞാൻ പറഞ്ഞ മെസ്സേജിനെ കുറിച്ചുള്ള ആശയം തമ്മിൽ വലിയ ബന്ധമില്ല എന്ന് തോന്നുമായിരിക്കും. എങ്കിലും വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഒടുവിൽ കണക്ട് ചെയ്യുമ്പോൾ, ബ്രിഡ്ജ് ചെയ്യുമ്പോൾ അത് ആശയം മനസ്സിലാകും. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ റോമാലേഖനം 8:14. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. മതി, താങ്ക് യു. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദ സൺസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന്റെ മക്കൾ, സൺസ് ഓഫ് ഗാഡ് എന്ന് പറയുമ്പോൾ ഇൻഹെറിറ്റൻസ്, അവകാശികൾ എന്നുള്ളൊരു ആശയം മാത്രമല്ല, പകരം അവകാശത്തിന് നഷ്ടം വരാതെ, അവകാശം കയ്യിൽ നിന്ന് നഷ്ടമാകാതെ, ദൈവരാജ്യത്തിന് വരേണ്ടത് നഷ്ടമായി പോകാതെ, പകരം ദൈവരാജ്യത്തിൽ ഉണ്ടാക്കേണ്ട ലാഭം, വ്യക്തിപരമായി ഉണ്ടാക്കേണ്ട വർധനവും ലാഭവും അത് നഷ്ടമാകാതെ സൂക്ഷിക്കുവാനും വർദ്ധിപ്പിക്കുവാനും പക്വതയുള്ള, മെച്യൂരിറ്റിയുള്ള, പ്രായപൂർത്തിയായ ഒരു വ്യക്തി എന്നുള്ള ആശയമാണ് സൺസ് ഓഫ് ഗാഡ് എന്നുള്ള ആശയത്തിൽ നിന്ന് മനസ്സിലാകുന്ന. ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ ആ ആശയം കുറച്ചും കൂടെ വ്യക്തമാക്കുവാൻ ഗലാത്യലേഖനം 4:1. ഇനി ആരും ബൈബിൾ തുറക്കണ്ട, ഇങ്ങോട്ട് നോക്കിയാൽ മതി. സിബി ബ്രദർ വായിച്ചോളും. ഗലാത്യലേഖനം 4:1. അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അവകാശി എന്നുള്ളൊരു കൺസെപ്റ്റ്, അവകാശം എന്നുള്ളൊരു കൺസെപ്റ്റ് കാണുവാൻ സാധിക്കും. എങ്കിലും പറയുകയാണ് ശിശുവായിരിക്കുന്നിടത്തോളം, ഇഫ് യു ആർ an infant, ഒരു ചൈൽഡ്, ഒരു ഇൻഫൻസി, മെച്യൂരിറ്റി ഇല്ലാത്ത, പ്രായപൂർണത ആകാത്ത, പക്വത ഇല്ലാത്ത ഒരു ശിശുവാണെങ്കിൽ, അവകാശിയാണെങ്കിലും ദാസനേക്കാൾ ഒട്ടും മെച്ചമല്ല. നമ്മളിൽ പലരുടെയും അനുഭവം, അങ്ങനെ പറയുമ്പോൾ ക്ഷമിക്കണം, perhaps I'm underestimating some of you, നമ്മളിൽ ചിലരെങ്കിലും, അങ്ങനെ പറയട്ടെ, കാര്യം അധികം പേരെ മറ്റൊരു കാറ്റഗറിയിലേക്ക് മാറ്റുവാൻ ആഗ്രഹിക്കുക. നമ്മളിൽ ചിലരെങ്കിലും അവകാശികളാണ് എങ്കിലും ശിശുക്കളായതിനാൽ ദാസന്മാരെക്കാൾ ഒട്ടും മെച്ചമല്ല. എങ്കിലും ഈ റോമാലേഖനത്തിൽ പറയുകയാണ്, നിങ്ങൾ അവകാശികൾ എന്നൊരു കൺസെപ്റ്റ് അല്ല. കാര്യം ജനിച്ചു കഴിയുമ്പോൾ, വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ, യേശുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ചു കഴിയുമ്പോൾ, യേശുവേ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണം, എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഞാൻ നിനക്കായി തുറന്നു തരുന്നു, യേശുവേ, എൻ്റെ പാപങ്ങൾ കഴുകി എന്നെ ശുദ്ധീകരിച്ച് എന്നെ അങ്ങയുടെ പൈതലാക്കണമേ എന്നുള്ള വിശ്വാസവും പ്രാർത്ഥനയും നമ്മുടെ ഹൃദയത്തിൽ, വിശ്വാസവും നമ്മുടെ നാവിൽ ആ പ്രാർത്ഥന ശബ്ദമായി, വാക്കുകളായി ഉച്ചരിച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ജനിക്കുന്ന അനുഭവം, ബൈബിൾ പഠിപ്പിക്കുന്ന വീണ്ടും ജനനം എന്നുള്ള അനുഭവത്തിലേക്ക് വരും. ആവർത്തിക്കാം, ആരെങ്കിലും അനുഭവം ഇല്ലാത്തവർ ഇന്നെന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ലെറ്റ് മീ ടോക്ക് ടു യു. അവരോട് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, വീണ്ടും ജനിച്ചിട്ടല്ലാതെ ദൈവരാജ്യത്തിൽ ആർക്കും കടക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് ബെഥേൽ AG ചർച്ചിൽ വരുവാൻ സാധിക്കും, നിങ്ങൾക്ക് ഒരുപക്ഷേ ആരാധനയുടെ ഭാഗങ്ങൾ വീക്ഷിക്കുവാൻ സാധിക്കും. എങ്കിലും നിങ്ങൾ ഇതിൻ്റെ അകത്ത് വന്ന്, ഒരുപക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു രാജ്യത്ത് ഞാൻ ചെന്നപ്പോൾ, അമേരിക്കയിൽ, അതിലധികം പറയുവാൻ ആഗ്രഹിക്കുന്നു, അമേരിക്കയിൽ ഒരു സഭയിൽ ചെന്നപ്പോൾ അവിടുത്തെ കമ്മിറ്റിയിലുള്ള ഒരു സഹോദരൻ, ഞാൻ വളരെ അടുത്ത് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ദൈവമുണ്ടെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല, ദൈവമുണ്ടെന്ന് പോലും ഞാൻ വിശ്വസിക്കും. ഐ വാസ് ഷോക്ക്ഡ്. ദൈവമില്ല എന്ന് ഇല്ലെങ്കിൽ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കാത്ത ഒരാൾ എങ്ങനെയാണ് സഭയുടെ കമ്മിറ്റിക്കകത്ത് സെക്രട്ടറിയായി നിൽക്കുന്നത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞുങ്ങൾ, നമ്മളുടെ സമൂഹം നല്ല മാർഗത്തിൽ പോകാതെ ഒരുപക്ഷേ അവർ ലോകത്തിൻ്റെ വഴികളിൽ, ഇല്ലെങ്കിൽ അവർ തെറ്റായ മാർഗങ്ങളിൽ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇങ്ങനൊരു ബിലീഫ് സിസ്റ്റം, ഇങ്ങനൊരു വിശ്വാസത്തിൻ്റെ ഒരു കൂട്ടമുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ജീവിതം സൂക്ഷിക്കുവാൻ സാധിക്കും, കുടുംബത്തിൻ്റെ ഭദ്രത സൂക്ഷിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് വാസ്തവത്തിൽ നിശ്ചയമായിട്ടും ഞാൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിലും ഇങ്ങനൊരു സോഷ്യൽ കമ്മ്യൂണിറ്റി നല്ലതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സഭയിൽ വരുന്നത്.
ഞാൻ പറയട്ടെ, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന പലരും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിലും ഇന്ന് സഭയോട് ഞാൻ പറയട്ടെ, യേശുവിൽ വിശ്വസിക്കാതെ, ബൈബിൾ പറയുന്നു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുകയും ദൈവത്തോട് അടുക്കുവാൻ വരുന്നവരെ ദൈവം സഹായിക്കും എന്ന്, ദൈവം അനുഗ്രഹിക്കും എന്ന് വിശ്വസിക്കുന്നവരെ മാത്രമേ ദൈവം അംഗീകരിക്കുന്നുള്ളൂ. അല്ലാത്തവരെ കുറിച്ച് ബൈബിൾ പറയുന്നു, മൂഢൻ തൻ്റെ ഹൃദയത്തിൽ ദൈവം ഇല്ല എന്ന് പറയുന്നു. ആ കാറ്റഗറിയിലോട്ട് മറ്റുള്ളവരെ അങ്ങ് മാറ്റുക. എനിവൈസ്, ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നവർ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിർബന്ധത്താൽ വന്നവർ നമ്മുടെ ഇടയിൽ ആരുമില്ല. നോ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ യേശു എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ, എൻ്റെ രോഗത്തിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ, എൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ ശക്തനാണ്. അതുകൊണ്ട് യേശുവേ, എൻ്റെ ജീവിതം ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ കടന്നു വരണം, എൻ്റെ പാപത്തിൽ നിന്നും എന്നെ വിടുവിക്കണം, എൻ്റെ പാപങ്ങൾ കഴുകി എന്നെ ശുദ്ധീകരിക്കണം, എന്നെ അങ്ങയുടെ പൈതലാക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉയരുന്ന നിമിഷം ബൈബിൾ പറയുന്നു നമ്മൾ വീണ്ടും ജനിക്കുകയാണ്. വി ഹാവ് എ ന്യൂ ബർത്ത്, ഒരു പുതിയ ജനനം നമുക്കുണ്ടാകുകയാണ്, ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയിൽ പറഞ്ഞ ആശയം തൊട്ട് പറയട്ടെ, ജനറ്റിക് ലെവലിൽ വരെ ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ ഉള്ള സാധ്യത ഉള്ള വാതിൽ തുറന്നു വരികയാണ്. ഒരു പുതിയ സൃഷ്ടിയായി മാറുവാനുള്ള അവസരം നമ്മുടെ മുൻപിൽ തുറന്നു വരികയാണ്. സോ അങ്ങനെ വീണ്ടും ജനിച്ചൊരു വ്യക്തി അവകാശിയാണ്, സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കും ഒരു അവകാശിയാണെങ്കിലും ദാസനേക്കാൾ ഒട്ടും മെച്ചമല്ല. വി സ്ട്രഗിൾ, നമ്മൾക്ക് വലിയ പോരാട്ടങ്ങൾ, വലിയ ബദ്ധപ്പാടുകൾ, പാപത്തെ അതിജീവിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ സൂക്ഷിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ വികാരങ്ങളെ സൂക്ഷിക്കുവാനുള്ള വലിയ ബദ്ധപ്പാടുകളുണ്ട്. കാര്യം എന്താണ്? ബിക്കോസ് വി സ്റ്റിൽ ആർ ഇൻഫൻസ്. നമ്മൾ ശൈശവത്വത്തിലാണ്, നമ്മൾ ദാസന്മാരെക്കാൾ ഒട്ടും മെച്ചമല്ല. റോമാലേഖനത്തിൽ പറയുകയാണ്, അവിടെ നിന്ന് ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയല്ല, ആഗ്രഹിക്കുന്ന നന്മ ചെയ്യുന്ന അളവിൽ വളർന്നു വരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ, നിയോഗത്തിൽ വന്നു കഴിയുമ്പോൾ ആ ഇൻഫൻസി, ശൈശവത്വത്തിൽ നിന്ന്, അവകാശിയെങ്കിലും ശൈശവത്വത്തിൽ നിന്നും ഞാൻ പ്രായപൂർണതയിലേക്ക്, പക്വതയിലേക്ക് കടന്നു വരികയാണ്. യേശു കർത്താവിൻ്റെ ചരിത്രം ലൂക്കോസിന്റെ സുവിശേഷങ്ങൾ എടുത്തു വായിച്ചാൽ, യേശു കർത്താവ് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ, വ്യത്യസ്ത അളവുകളിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ യേശു കർത്താവിൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വീക്ഷിക്കുവാൻ സാധിക്കും. സോ വീണ്ടും ജനിച്ച ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആവശ്യമാണ്, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് ആവശ്യമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ആവശ്യമാണ്. ഇവിടെ ഞാൻ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ, ദോസ് ഹു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു കണ്ണ് കാണാത്ത വ്യക്തിയെ മറ്റൊരു വ്യക്തി കരം പിടിച്ചു വഴി നടത്തുന്നത് പോലെ, മുൻപിൽ കുഴിയുണ്ട്, മാറി നടക്കും, മുൻപിൽ കല്ലുണ്ട്, തട്ടരുത്, സ്റ്റെപ്സ് ഉണ്ട്, സൂക്ഷിച്ച് നടക്കണം എന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ച് വഴി നടത്തുന്ന ലീഡിങ്. പലർക്കും ലീഡിങ്ങിൻ്റെ ആവശ്യമില്ല. കാര്യം, എനിക്ക് ലീഡിങ്ങിനോട്ട് വലിയ താല്പര്യമില്ല. എന്നെ ആരെങ്കിലും കൈപിടിച്ച് നടത്തിയാൽ എൻ്റെ സ്വന്തം ഇഷ്ടങ്ങൾ നടക്കുകയില്ല. അതുകൊണ്ട് എനിക്ക് ഗൈഡൻസ് മതി, ദൂത് മതി. എന്നോട് എങ്ങനെ മുൻപോട്ട് പോകേണ്ട, മുൻപിൽ ചെല്ലുമ്പോൾ നിനക്ക് ഇന്ന ജോലി കിട്ടും, നിനക്ക് ഓസ്ട്രേലിയയിൽ പോകാം, അമേരിക്കയിൽ പോകാം, ആലോചനകൾ മാത്രം മതി. എനിക്ക് നടത്തിപ്പ് വേണ്ട, എനിക്ക് ഗൈഡൻസ്, എനിക്ക് ആലോചനകൾ മാത്രം മതി എന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ട്. എങ്കിലും ഞാൻ സഭയിൽ ചിലരെങ്കിലും അടുത്തൊരു ലെവലിലേക്ക് വളരുവാൻ ആഗ്രഹിക്കുകയാണ്. ഗൈഡൻസിനേക്കാൾ ഉപരി, നിയോഗത്തെക്കാൾ, ആലോചനയേക്കാൾ ഉപരി, കർത്താവേ എനിക്ക് അങ്ങയുടെ നടത്തിപ്പ് വേണം. കാര്യം, ആലോചനകൾ ലഭിക്കുന്നവൻ ദ സൺസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞിട്ടില്ല, പകരം പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവർ മാത്രമേ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ശൈശവത്വത്തിൽ നിന്നും ചിലർ ആത്മീയ പക്വതയിലേക്ക് വരുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. സോ വാട്ട് ഈസ് വിസ്ഡം? ആത്മാവിനാൽ നടത്തപ്പെടുന്നതും ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനവും തമ്മിൽ എന്താണ് ബന്ധം? ജ്ഞാനം എന്നുള്ള വാക്ക്, വിസ്ഡം എന്നുള്ള വാക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ മുൻപേ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ചില ആശയങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അങ്ങോട്ട് കടക്കുവാൻ സാധിക്കുകയില്ല. നോളജ് എന്നൊരു വാക്ക്, അറിവ് എന്നൊരു വാക്ക് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ ചില ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഈ ആശയങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. നോളജ്, അറിവ് എന്നൊരു വാക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ ജ്ഞാനം എന്നുള്ള വാക്ക്, വിസ്ഡം എന്നുള്ള വാക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. വാട്ട് ഈസ് നോളജ്? ദൈവത്തിന്റെ വചനത്തിൽ വായിക്കേണ്ട പഴയ നിയമത്തിൽ പറയുന്നു, മൈ പീപ്പിൾ ആർ ഡെസ്ട്രോയ്ഡ് ഫോർ ദ ലാക്ക് ഓഫ് നോളജ്. എൻ്റെ ജനം, മലയാളത്തിൽ പരിജ്ഞാനമില്ലായ്കയാൽ നശിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ എൻ്റെ ജനം അറിവില്ലായ്കയാൽ നശിച്ചു പോകുന്നു എന്നാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ. അറിവില്ലായ്കയാൽ നശിച്ചു പോകുന്നു. നോളജ്, അറിവ്, ഇൻഫർമേഷൻ. നമ്മൾക്ക് ലഭിക്കുന്ന അറിവുകൾ പലപ്പോഴും സ്കൂളിൽ നിന്നും, ടീച്ചേഴ്സിൽ നിന്നും, നമ്മളുടെ സ്നേഹിതരിൽ നിന്നും, പത്രങ്ങളിൽ നിന്നും, എൻസൈക്ലോപീഡിയയിൽ നിന്നും, വ്യത്യസ്ത സയൻസ് ബുക്സിൽ നിന്നും, വ്യത്യസ്ത ഹിസ്റ്റോറിക്കൽ ബുക്സിൽ നിന്നും നമുക്ക് ഇൻഫർമേഷൻസ്, അറിവ് ലഭിക്കുന്നു. അറിവ് ജ്ഞാനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിലും അറിവ് എവിടെ നിന്ന് വരുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്.
ഹവ്വയോട് ചില അറിവുകൾ പിതാവായ ദൈവം പറഞ്ഞു. ആദമിനെയും ഹവ്വയെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ വൃക്ഷത്തിൽ നിന്നും, അതായത് നന്മതിന്മകളെ കുറിച്ച് തിരിച്ചറിയുവാനുള്ള വൃക്ഷത്തിൽ നിന്നും നിങ്ങൾ തിന്നരുത്. എങ്കിലും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിശാച് അവരുടെ അടുക്കൽ വന്നു പറഞ്ഞു, ഇത് തിന്നണം. സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അവൻ പറഞ്ഞത്, നിങ്ങൾ ഇത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കും, നന്മതിന്മകളെ കുറിച്ച് തിരിച്ചറിയുവാൻ നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കും. ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ കറക്റ്റ് ഇൻഫർമേഷൻ ആയിരുന്നെങ്കിലും അതിന്റെ സോഴ്സ് തെറ്റിപ്പോയതും കൊണ്ട് ജീവിതം അസ്തമിച്ചു പോയി. ഇല്ലെങ്കിൽ ആത്മീയ ജീവിതം തന്നെ തകർന്നു മാറി. മനുഷ്യന് വലിയൊരു അപായം നേരിടുവാനിടയായി. കാര്യം ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, അറിവിന്റെ ഉറവിടം തെറ്റിപ്പോയി. എന്റെ ജനം അറിവില്ലായ്കയാൽ നശിച്ചു പോകുന്നു. അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, അറിവ് ദൈവത്തിന്റെ വചനത്തിന് നിരക്കുന്നതായിരിക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ സെക്കൻഡ് സർവീസിൽ ഞാൻ സംസാരിച്ചപ്പോൾ റിന്യൂവൽ ഓഫ് മൈൻഡ്, മനസ്സ് പുതുക്കുക എന്നൊരാശയം പറയുവാനിടയായി. ഞാൻ ചില സ്ലൈഡ്സ് ഇവിടെ കാണിച്ച് നിങ്ങളുടെ മുൻപിൽ ചില ആശയങ്ങൾ പറയുവാനും കൂടെ ആഗ്രഹിക്കുക. നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുക. ഡോക്ടർ കാരലിൻ ലീഫ് എന്ന് പേരുള്ള ഒരു ന്യൂറോ സയൻറ്റിസ്റ്റിനെ അവരുടെ റിസർച്ചസ് ആധാരമാക്കിയാണ് ചില ആശയങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സംസാരിച്ചത്. ഡോക്ടർ കാരലിൻ ലീഫ് എന്ന പേരുള്ള ഈ സയൻറ്റിസ്റ്റ് 25-30 വർഷങ്ങളായി മനുഷ്യൻ്റെ ബ്രെയിനിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ റിസർച്ചസിൻ്റെ ഫലമായി അനേക ആശയങ്ങൾ, ബൈബിളിനെ ബേസ് ചെയ്തുള്ള അനേക ആശയങ്ങൾ പറഞ്ഞതിൽ ഒരാശയം മാത്രമാണ് ഞാനിവിടെ പ്രസന്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ച് ആ സ്ലൈഡ്സും കൂടെ കാണിച്ച് പെട്ടെന്ന് ഇന്നത്തേക്കുള്ള മെസ്സേജിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം തിരിച്ചറിയുവാൻ ഗൈഡൻസ് ഫാക്ടർ, എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടതെന്നുള്ള ഗൈഡൻസ് പലരും ആഗ്രഹിക്കുമ്പോൾ ഇവിടെ പറയുകയാണ്. ഹിന്ദിയിൽ കുറച്ചും കൂടെ ആശയം വ്യക്തമാണ്. ദൈവത്തിൻ്റെ സിദ്ധ, അതായത് പെർഫെക്റ്റ് സിദ്ധ ഇച്ഛ, ദൈവത്തിൻ്റെ പൂർണ്ണഹിതം ഇന്നത് എന്ന് ഹിന്ദിയിൽ പറയുന്നു. അനുഭവ് കെ ദ്വാര, അനുഭവത്തിൽ കൂടെ തിരിച്ചറിയുവാൻ, ഇംഗ്ലീഷിലും അതേ ആശയമാണ് വരുന്നത്. അനുഭവത്തിൽ കൂടെ തിരിച്ചറിയുവാൻ, ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിയുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ അനുഭവങ്ങളിൽ കൂടെ, സാഹചര്യങ്ങളിൽ കൂടെ ദൈവഹിതം എന്ത് എന്ന് വെളിപ്പെട്ടിരിക്കും. നമ്മളുടെ മനസ്സ് പുതുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു വരുന്നത്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിക്കുവാൻ ദൈവാത്മാവിൻ്റെ ശക്തി, ദൈവാത്മാവിൻ്റെ നടത്തിപ്പുണ്ടെങ്കിൽ മാത്രമേ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം വരികയുള്ളൂ. മെസ്സേജിൻ്റെ കംപ്ലീഷൻ ആകുമ്പോഴത്തേക്ക് ആശയങ്ങൾ വ്യക്തമാകും. ഡിസ്കണക്ട് ഉണ്ട് എന്ന് വിചാരിച്ചാലും ഒടുവിൽ ആശയങ്ങളെല്ലാം ഒരുമിച്ച് വരുമ്പോൾ ഞാൻ പറയുന്ന ആശയങ്ങൾ വ്യക്തമായി മനസ്സിലാകും. ഒന്ന്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിക്കുക. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുക. അതിനാവശ്യം അറിവ് ദൈവസന്നിധിയിലായിരിക്കും. നമ്മൾ കേൾക്കുന്ന ഓരോ ആശയങ്ങൾ, നമ്മൾ കേൾക്കുന്ന ഓരോ ചിന്തകൾ, നമ്മൾ കേൾക്കുന്ന കാണുന്ന ഓരോ കാര്യങ്ങൾ നമ്മളുടെ ഇന്ദ്രിയങ്ങളിൽ കൂടെ നമ്മളുടെ ബ്രെയിനിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ നമ്മളുടെ ബ്രെയിനിൻ്റെ അകത്ത് ചില സംഭവങ്ങൾ സംഭവിക്കുന്നു. അതിനെ ആധാരമാക്കി പറയുകയാണ്, നിങ്ങളുടെ മനസ്സ് പുതുക്കണം. നിങ്ങളുടെ മനസ്സ് പുതുകിയെങ്കിൽ മാത്രമേ നിങ്ങൾ രൂപാന്തരം പ്രാപിക്കുകയുള്ളൂ. മനസ്സ് എങ്ങനെ പുതുക്കുവാൻ സാധിക്കും? നിങ്ങൾ മനസ്സ് പുതുക്കണമെങ്കിൽ നിങ്ങളുടെ ചിന്താമണ്ഡലം പുതുകണം. നിങ്ങളുടെ ചിന്താമണ്ഡലം പുതുകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 10-ാം അധ്യായം 5-ാം വാക്യം. 2 കൊരിന്ത്യർ 10:5. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ്, സകല തോട്ട്സ്, എല്ലാ ചിന്തകളും, അത് വികാരങ്ങൾ, അത് വേണ്ടാത്ത ലസ്റ്റ്, വേണ്ടാത്ത ചിന്തകൾ, ഇതിനെ എല്ലാം അടിച്ചമർത്തി, ചിന്തകളെ അടിച്ചമർത്തിയതിന് ശേഷം മാത്രമേ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. വേണ്ടാത്തതിനെ അടിച്ചമർത്തി തകർത്ത് മാറ്റി തീരുമാനത്താൽ, നിർബന്ധത്താൽ അതെൻ്റെ മനസ്സിൽ വരികയില്ല എന്നാക്കിയതിനു ശേഷം മാത്രമേ ദൈവവചനത്തിന് വരേണ്ട ചിന്തകൾ, രൂപാന്തരങ്ങൾ എൻ്റെ മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഡോക്ടർ കാരലിൻ ലീഫ് പറഞ്ഞിരിക്കുന്ന ചില ആശയങ്ങൾ സ്ലൈഡുകളിൽ കൂടെ ഞാൻ കാണിക്കുവാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ സ്ലൈഡിൽ നമ്മളെല്ലാം, ഞാൻ CBSE സിലബസിൽ പഠിച്ചപ്പോൾ 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും പഠിച്ച ഒരു ചെറിയ ചിത്രമാണ്, ഒരു ചെറിയ റെപ്രസെൻറ്റേഷൻ ആദ്യം കാണിക്കുക. നമ്മുടെ ബ്രെയിൻ്റെ അകത്തുള്ള ഒരു നെർവ് സെൽ കാണിക്കാം. നോട്ട് ദിസ്, ദ ഫസ്റ്റ് വൺ, നെർവ് സെൽ. നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് ഇത് ന്യൂറോൺസ് ആൻഡ് ഡെൻഡ്രൈറ്റ്സ്. നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും. ബ്രെയിൻ്റെ അകത്തെ നെർവ് സെൽസിനെ കുറിച്ചാണ് കാണുന്നത്. ഒരറ്റത്ത്
ഡെൻഡ്രൈറ്റ്സ് എന്ന പേരിൽ ഒരു ചെറിയ വര പോലെ കാണുവാൻ സാധിക്കും. കുറച്ചും കൂടെ കഴിയുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. ബ്രെയിനിൻ്റെ അകത്തുള്ള സെല്ലിനെ കുറിച്ചാണ് ഈ കാണുന്നത്, നെർവ് സെൽസിനെ കുറിച്ചാണ് ഈ കാണുന്നത്. ആരെങ്കിലും ബ്രെയിൻ എടുത്തു നോക്കിയാൽ കാണത്തില്ല, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ അകത്തൂടെ നോക്കിയെങ്കിൽ മാത്രമേ കാണുകയുള്ളൂ. റൈറ്റ്. സോ നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. നെക്സ്റ്റ് സ്ലൈഡ് ഈസ് അബൌട്ട് ഹൗ തോട്ട്സ് ഗ്രോ. ഈ ഡെൻഡ്രൈറ്റ്സ് എന്ന് കാണുന്ന ആ ചെറിയ മുടികൾ പോലെ, ഇല്ലെങ്കിൽ ആ ചെറിയ അറ്റത്ത് കാണുന്ന ചെറിയ ബ്രാഞ്ചസ് പോലെയുള്ളത് അടുത്ത ചിത്രത്തിൽ കാണുവാൻ സാധിക്കും. Can you go to the next one please? Not this. Yes. Please go back. This one. ആദ്യം കാണുന്ന ഒരു ന്യൂറോൺ നെർവ് സെൽ രണ്ടാമത്തെ ഭാഗമാകുമ്പോഴത്തേക്ക് അതിൻ്റെ ബ്രാഞ്ചസ് വർദ്ധിച്ചതായി കാണുവാൻ സാധിക്കും. സിദർ അതിൻ്റെ ബ്രാഞ്ചസ് വർദ്ധിച്ചിരിക്കുന്നതായി, അതിൻ്റെ ശാഖകൾ വർദ്ധിച്ചതായി കാണുവാൻ സാധിക്കും. ഞാൻ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഡോക്ടർ കാരലിൻ ലീഫിൻ്റെ ആശയങ്ങൾ ഈ ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് മൂന്നാമത്തേത്, ഇറ്റ്സ് അബൌട്ട് നെർവ് സെൽസ്. അത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ എടുത്ത ഫോട്ടോഗ്രാഫി ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ബ്രെയിൻ സെൽസ്, നെർവ് സെൽസ്, ന്യൂറോൺസ്. നമ്മൾ ബ്രെയിൻ സെൽസ് അത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എടുത്തു നോക്കിയാൽ ഇങ്ങനെയാണ് അത് കാണുന്നത്. ആ ബ്രാഞ്ചസ് അവിടെ കാണുവാൻ സാധിക്കും. ഒടുവിലായി ഒരു ചിത്രം കൂടെ കാണിച്ചിട്ട് ഐ സ്റ്റോപ്പ് ദിസ് സ്ലൈഡ് ഷോ. കാര്യമെങ്കിൽ മാത്രമേ ശ്രദ്ധ എനിക്ക് എടുക്കുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അതും കൂടെ കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാലാമത്തെ സ്ലൈഡ് ദയവായി കാണിച്ചാലും. ദാറ്റ്സ് ഇറ്റ്. ഇതിൻ്റെ അകത്ത് ഒന്ന് ശ്രദ്ധിക്കണം, ക്ലിയർ ആയിട്ട് ഇവിടെ കാണത്തില്ലെങ്കിലും മുകളിൽ കാണുന്ന ചിത്രം, ആ പച്ച കളർ ചിത്രവും താഴെ കാണുന്ന ചിത്രവും തമ്മിൽ ശ്രദ്ധിച്ചാൽ മുകളിൽ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ചിത്രം കാണുന്നു. താഴത്തേതിൽ ഫോട്ടോഗ്രാഫിൻ്റെ അകത്ത് അല്പം ഡാർക്ക് കെമിക്കൽ സ്പോട്ട്സ്. യെസ്, താങ്ക് യു. ഹെൽത്തി മെമ്മറി ട്രീ, അവിടെ ബ്രൈറ്റ് സ്പോട്ട്സും ടോക്സിക് മെമ്മറി ട്രീ, അതിൻ്റെ അകത്ത് ഡാർക്ക് സ്പോട്ട്സും കാണുവാൻ സാധിക്കും. ഇത് ഒരല്പം ഗ്രാഫിക് റിപ്രസെൻറ്റേഷൻ ആണെങ്കിലും അധികം ഫോട്ടോഗ്രാഫിയാണ്. അതുകൊണ്ട് യെസ്, ലെറ്റ്സ് ഗോ ബാക്ക്. താങ്ക് യു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഇത് നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രമായിരുന്നാൽ തുടർന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആശയങ്ങൾ മനസ്സിലാകും. നമ്മൾ ഡോക്ടർ കാരലിൻ ലീഫ് 30 വർഷത്തെ റിസർച്ചിൽ മനുഷ്യൻ്റെ ബ്രെയിൻ സെൽസ് പഠിച്ചതിന് ശേഷം പറയുന്നത്, ഒരു കൊച്ചു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ബ്രെയിനിൻ്റെ അകത്ത് 100 ബില്യൺ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ കണക്ക് മനസ്സിലാക്കുവാൻ ഇന്ന് ഭൂമിയിലുള്ള ആൾക്കാരുടെ എണ്ണം എടുത്താൽ 7 ബില്യൺ അല്പം അധികമാണ്. 7 ബില്യൺ എന്ന് പറഞ്ഞാൽ 700 കോടിയിൽ അധികം ആൾക്കാർ ഇന്ന് ഭൂമിയിലുണ്ട്. എങ്കിലും ഒരു കുഞ്ഞ് ശിശു ജനിക്കുമ്പോൾ ആ ശിശുവിൻ്റെ ബ്രെയിനിൻ്റെ അകത്ത് 100 ബില്യൺ നെർവ് സെൽസ്, ന്യൂറോൺസ്, ആ ന്യൂറോൺ ഫോറസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 10,000 കോടി. ഞാൻ ആദ്യം കാണിച്ച ചിത്രത്തിൽ ബ്രാഞ്ചസ് അധികമില്ലാതെ ഒരു ചെറിയ നെർവ് സെൽ മാത്രം കാണിച്ചില്ല, അധികം ബ്രാഞ്ചസ് ഇല്ലാതെ. പിന്നത്തേതിൽ അധികം ബ്രാഞ്ചസ് വന്നു. അങ്ങനെ അധികം ബ്രാഞ്ചസ് ഇല്ലാത്ത ഒരു നെർവ് സെൽ കാണിച്ചു. അങ്ങനത്തെ 10,000 കോടി നെർവ് സെൽസ് ആണ് ഒരു ചെറിയ ശിശുവിൻ്റെ ബ്രെയിനിൻ്റെ അകത്തുള്ളത്, ജനിക്കുമ്പോൾ ഉള്ളത്. അതിനെക്കുറിച്ച് ഡോക്ടർ കാരലിൻ ലീഫ് പറയുന്നത്, നൂറ്റാണ്ടുകളുടെ ഓർമ്മകൾ ബ്രെയിനിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയോടുകൂടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എങ്കിലും അതിനേക്കാളും പ്രധാനപ്പെട്ടത്, ഓരോ പ്രാവശ്യവും ഓരോ ആശയങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കാതുകളിൽ കൂടെ നമ്മൾ കേൾക്കുമ്പോൾ, കണ്ണുകളിൽ കൂടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, സ്പർശനത്തിൽ കൂടെ ചൂട്, തണുപ്പ്, വ്യത്യസ്ത ഫീലിങ്സ് അനുഭവിക്കുമ്പോൾ, വികാരങ്ങളിൽ കൂടെ വ്യത്യസ്ത ഫീലിങ്സ് നമ്മൾ അനുഭവിക്കുമ്പോൾ, ഓരോ നെർവ് സെൽസിൻ്റെ അകത്തും ബ്രാഞ്ചസ് വളരുന്നത് പോലെ, അതിൻ്റെ ശാഖകൾ വളരുന്നത് പോലെ ഇതിൻ്റെ അകത്ത് അളക്കുവാൻ സാധിക്കുന്ന, ഇതിൻ്റെ അകത്ത് വ്യക്തമായി കാണുവാൻ സാധിക്കുന്ന അളവിൽ ബ്രാഞ്ചസ് വളർന്നുകൊണ്ടിരിക്കുകയാണ് പോലും. മറ്റൊരു ഭാഷയിൽ ഞാൻ ഒത്തിരി ചിത്രങ്ങൾ എനിക്ക് എടുത്ത് കാണിക്കുവാനുണ്ട്. ഇന്നലെ രാത്രിയിലും ഏകദേശം 2:30-3 മണി വരെ ഞാൻ അതിനെക്കുറിച്ച് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ചിത്രങ്ങൾ, എനിക്ക് ഭയങ്കര ടെംപ്റ്റേഷൻ. പക്ഷേ സമയത്തിൻ്റെ പരിധിക്കകത്ത് എല്ലാം കാണിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് ചില ചിത്രങ്ങൾ മാത്രം കാണിച്ചു. ബ്രെയിൻ മാപ്പ് ചെയ്ത് കഴിയുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ചില ആർട്ടിക്കിൾസിൻ്റെ അകത്ത് ആൾക്കാർ ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനുഷ്യൻ്റെ ചിന്തകൾ അത് സ്ക്രീനിൽ കാണിക്കത്തക്കതുപോലെ ടെക്നോളജിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിനകത്തൊരു അത്ഭുതവുമില്ല. കാര്യം, എല്ലാ ചിന്തകളും വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഇത് വെറും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയി പോകുന്നതല്ല. പകരം ഡോക്ടർ കാരലിൻ ലീഫ് പറയുന്നത്, ചിന്തകൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ല, ചിന്തകൾ വസ്തുതകളാണ്. വസ്തുത, ഇറ്റ്സ് എ സബ്സ്റ്റൻസ്. ഇറ്റ്സ് എ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ഉദാഹരണം ആവർത്തിക്കട്ടെ. ഇത് ഒരു പോഡിയം എൻ്റെ മുൻപിൽ ഇരിക്കുന്നത്, ഇതൊരു വസ്തുവാണ്. ഇത് വെറും ഒരു ഭാവനയല്ല, വെറും ഒരു ചിന്തയല്ല. ഇത് സ്പർശിക്കുവാൻ കഴിയുന്ന, ഇത് തൂക്കി നോക്കുവാൻ, അളന്നു നോക്കുവാൻ കഴിയുന്ന, ഇതിൻ്റെ നീളം, ഇതിൻ്റെ ഉയരം, ഇതിൻ്റെ വീതി അളന്നു നോക്കുവാൻ, ഇതിൻ്റെ വെയിറ്റ് അളന്നു നോക്കുവാൻ, സ്പർശിക്കുവാൻ കഴിയുന്ന വസ്തുതയാണ്. എന്ന് പറഞ്ഞതുപോലെ മനസ്സിൽ വരുന്ന ചിന്തകൾ, ഭാവനകൾ, ഭാവങ്ങൾ, മനസ്സിൽ ഉയരുന്ന വികാരങ്ങൾ, വെറും അളക്കുവാൻ കഴിയാത്ത, സ്പർശിക്കുവാൻ കഴിയാത്ത ചിന്തകൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സായി സയൻസ് അതിനെ ഒരു കാലത്ത് വീക്ഷിച്ചെങ്കിലും ഇന്ന്
ബ്രെയിൻ സെൽസിനെ കുറിച്ചും ന്യൂറോ സയൻസസിനെ കുറിച്ചും പറയുന്നത് ഇത് വെറും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ല, പകരം ഇതിനെ യാഥാർത്ഥ്യമായി കൺവേർട്ട് ചെയ്യുവാൻ കഴിയുന്ന വസ്തുതയാണ്. അതിനെ ബേസ് ചെയ്ത് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് നാളത്തേതിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ ബ്രെയിൻ്റെ അകത്തുനിന്ന് വിഷ്വൽ ഇമേജസ് ആയി, അത് ഗ്രാഫിക് ഇമേജസ് ആയി, നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല, ഞാൻ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ. അവരുടെ ഭാഷ ഉപയോഗിച്ചാൽ നമ്മളിൽ പലർക്കും പലതും മനസ്സിലാകത്തില്ല. ആൾക്കാർക്ക് വ്യക്തമായി ചിന്തകളെ മനസ്സിലാക്കുവാൻ കഴിയുന്ന രൂപത്തിൽ ആ ബ്രെയിൻ്റെ അകത്ത് നടക്കുന്ന ചിന്തകളെ ഡീകോഡ് ചെയ്യുവാൻ സാധിക്കും പോലും. കുറച്ചും കൂടെ ആഴത്തിൽ ഇറങ്ങി പറഞ്ഞാൽ, നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ, നമ്മൾ കേൾക്കുന്ന വാക്കുകൾ, നമ്മൾ കാണുന്ന കാഴ്ചകൾ, ഇത് ബ്രെയിൻ്റെ അകത്ത് ബ്രാഞ്ചസ്, ശാഖകൾ വളർന്നു വരുന്ന നെർവ് സെൽസ്, അത് വസ്തുതയായി മാറുകയാണ്. ഇറ്റ്സ് ബിക്കമിങ് മെറ്റീരിയൽ. അതൊരു വസ്തുവായി മാറുകയാണ്. ചിന്തകൾ എന്ന് പറയുമ്പോൾ ഇത് മനസ്സിൻ്റെ അകത്ത് വസ്തുവാണ്. ഇറ്റ്സ് എ മെറ്റീരിയൽ. അതാണ് ബൈബിളിൽ പറയുന്നത്, വിശ്വാസം കേൾവിയാൽ വരുന്നു. എത്ര പേർ ഓർക്കുന്നുണ്ട്? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. പ്രൈസ് ദ ലോർഡ്. അത് കേട്ടിട്ടുള്ളവരുടെ ആമേൻ കേൾക്കട്ടെ. യെസ്. സോ കേൾക്കുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ ബ്രെയിൻ സെൽസിന്റെ അകത്തേക്ക് ചില ഡെപ്പോസിറ്റ്സ് വരികയാണ്. ബൈബിൾ പറയുന്നു, ഫെയ്ത്ത് ഈസ് ദ സബ്സ്റ്റൻസ് ഓഫ് ദ തിങ്സ് ഹോപ്പ് ഫോർ. വിശ്വാസം കേൾവിയാൽ വരുന്നെങ്കിൽ ഈ കേൾക്കുന്ന ഓരോ വാക്കുകളും ആശയങ്ങളായി, ആവിയായി, ഇല്ലെങ്കിൽ തൊടുവാൻ കഴിയാത്ത, കാണുവാൻ കഴിയാത്ത ഏതോ വസ്തുതയായി മാറിപ്പോകുകയല്ല, പകരം ഇത് സ്പർശിക്കുവാൻ കഴിയുന്ന വസ്തുവായി. ബൈബിൾ ഭാഷയിൽ വിശ്വാസം ഒരു ബ്രെയിൻ്റെ അകത്ത് വരുന്ന നെർവ് സെൽസിന്റെ അകത്തുണ്ടാകുന്ന ചില വളർച്ചകളായി മാത്രമല്ല, പകരം സ്വർഗത്തിൽ നിന്ന് വരുന്ന ആത്മീയ വസ്തുതയായി മനസ്സിന്റെ അകത്ത് മാത്രമല്ല, ആത്മാവിന്റെ അകത്ത് ദൈവം പകരുന്നതാണ് വിശ്വാസം എന്നുള്ളത്. മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ, വേണ്ടാത്ത ഒരു ചിന്ത ചിന്തിക്കുമ്പോൾ നമ്മളുടെ അകത്ത് വേണ്ടാത്ത ചില വൃക്ഷങ്ങൾ പോലെ ചില ആശയങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. Can I repeat that? വേണ്ടാത്ത ഒരു ചിന്ത കോപത്തിന്റെ ചിന്തയായിരിക്കും, ക്ഷമിക്കാത്തൊരു ചിന്തയായിരിക്കും, ദേഷ്യത്തിന്റെ ഒരു ചിന്തയായിരിക്കും, ഒരു വികാരമായിരിക്കും. എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഉയരുമ്പോൾ ഞാൻ അറിയുന്നില്ല എങ്കിലും ഒരു ഇരുണ്ട, കറുത്ത, കരിഞ്ഞു വാടിയ ഒരു വൃക്ഷം പോലെ, ഞാൻ ഇവിടെ ചെറിയ ഗ്രാഫിക് റെപ്രസെന്റേഷൻ കാണിച്ചു, കറുത്ത ടോക്സിക് സബ്സ്റ്റൻസ് ഉള്ള ഒരു ബ്രെയിൻ്റെ അകത്ത്. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ ജനറ്റിക് ക്ലെൻസിങ്, കഴിഞ്ഞ ആഴ്ചയിൽ പ്രത്യേകിച്ചും നമ്മളുടെ മൈൻഡിനെ ക്ലെൻസ് ചെയ്യുന്നതിനെ കുറിച്ചും നമ്മളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്നതിനെ കുറിച്ചും ഞാൻ ചിന്തിച്ചത്. ഇതിൻ്റെ അകത്ത് ചില ടോക്സിക് സബ്സ്റ്റൻസ്, കെമിക്കൽസ് ബ്രെയിൻ്റെ അകത്ത് വർദ്ധിക്കുകയാണ്. അത് രോഗങ്ങളായി വരാൻ സാധ്യതയുണ്ട്. അത് ജീവിതത്തിൽ പല പ്രശ്നങ്ങളായി വരാൻ സാധ്യതയുണ്ട്. വേണ്ടാത്ത ചിന്തകൾ ഇന്ന് ചിലർ ചിന്തിക്കുമ്പോൾ അവർ തിരിച്ചറിയുന്നില്ല. വേണ്ടാത്ത പാപത്തിന്റെ വിചാരങ്ങൾ, വേണ്ടാത്ത ക്ഷമിക്കാത്ത വിചാരങ്ങൾ, വേണ്ടാത്ത ലസ്റ്റ്ഫുൾ തോട്ട്സ്, ലൈംഗിക വികാരങ്ങൾ, ദൈവഹിതമല്ലാത്തത്, വചനത്തിന് നിരക്കാത്തത് ചിന്തിക്കുമ്പോൾ മനസ്സിന്റെ അകത്ത് എന്റർടൈൻമെന്റ് ഉണ്ടാകുന്നെങ്കിലും ഞാൻ പറയട്ടെ, ചില നാളുകൾ കഴിയുമ്പോൾ തലകുണിച്ച് നിൽക്കേണ്ടി വരും. പാസ്റ്റർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് ആ രോഗമുണ്ട്, ഈ രോഗമുണ്ട്. കാര്യം അറിയുന്നില്ല. കാര്യം മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കാത്തത് കൊണ്ട്, ആത്മീയ ശൈശവത്വത്തിൽ കിടക്കുന്നത് കൊണ്ട്, ഞാൻ ആത്മാവിനെ പ്രാപിക്കുവാൻ കഴിയാതെ, ആത്മാവിനാൽ നടത്തപ്പെടുവാൻ കഴിയാതെ, ബുദ്ധിക്കകത്ത്, ബ്രെയിൻ സെൽസിന്റെ അകത്ത്, ആത്മമണ്ഡലത്തിൽ പോലും അശുദ്ധമാക്കുന്ന ചില പ്രശ്നങ്ങൾ നേരിടുന്ന പലരും ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നവരുടെ ഇടയിലുണ്ട്. ബൈബിൾ പറയുകയാണ്, നിങ്ങളുടെ മനസ്സിനെ പുതുക്കണം. ഓ മൈ ഗുഡ്നസ്, ഭയങ്കര പവർഫുൾ സ്റ്റേറ്റ്മെന്റ്. സയൻസിന് പറയുവാൻ കഴിയാത്തതാണ്. സയൻസ് പറയുന്നത്, ഒരിക്കൽ നിങ്ങളുടെ അകത്ത് നിങ്ങൾ വേണ്ടാത്ത ഒരു ചിന്ത ചിന്തിച്ചാൽ അതൊരു വൃക്ഷമായി അവിടെ വന്നു കഴിഞ്ഞു, പിന്നൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. അത് പിന്നെ രോഗമായി, അത് പിന്നെ പ്രശ്നമായി മാറുന്നിടം വരെ അത് അവിടെ കിടക്കും. ടോക്സിക് സബ്സ്റ്റൻസ് ആയി അവിടെ കിടക്കും. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നോ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പുതുക്കിയാൽ ആ കരിഞ്ഞു വാടി കറുത്ത് കിടക്കുന്ന വൃക്ഷം പോലെ ടോക്സിക് സബ്സ്റ്റൻസ് ആയി ബ്രെയിൻ്റെ അകത്ത് കിടക്കുന്നതിനെ, അതിനെ തകർത്ത്, അതിനെ ഇല്ലാതാക്കി, പകരം പച്ചയായ വൃക്ഷം പോലെ നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് ഏറ്റവും ആരോഗ്യമുള്ള ഒരു മനസ്സിനെ, വിശ്വാസത്തെ, ബിലീഫ് സിസ്റ്റവും ഫെയ്ത്ത് രണ്ടും അകത്തു വരുന്നത് പോലെ എൻ്റെ ദൈവത്തിന് ചില രൂപാന്തരങ്ങൾ വരുത്തുവാൻ സാധിക്കും. ഞാൻ ആത്മാവിനെ പ്രാപിക്കണമെങ്കിൽ ഒന്ന്, നമ്മുടെ നോളജ് ബേസ്, നമ്മുടെ അറിവ്, നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ വികാരങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ജ്ഞാനം പ്രാപിക്കുവാൻ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, ലോകത്തിന്റെ ജ്ഞാനമുണ്ട്, ഉയരത്തിന്റെ ജ്ഞാനമുണ്ട്. നമ്മൾ ഏത് നോളജ്, ഏത് അറിവിനെ സ്വീകരിക്കുന്നോ ആ അറിവനുസരിച്ചാണ് ജ്ഞാനം വരുന്നത്. ഞാൻ ലോകത്തിലുള്ള അറിവ് ലഭിച്ചാൽ, ലോകത്തിലുള്ള ജ്ഞാനം, ചിലർക്ക് അതുപോലുമില്ല, കോമൺ സെൻസ് പോലുമില്ല. അത് വേണം, ആവശ്യമാണ്. ബൈബിൾ ഒരിക്കലും കോമൺ സെൻസിന് വിരോധമല്ല.
പലർക്കും ഒരു സെൻസിറ്റിവിറ്റിയും ഇല്ല, പലതും കണ്ട അറിയത്ത് പോലും ഇല്ല, തിരിച്ചറിയത്ത് പോലുമില്ല, ശ്രദ്ധിക്കത്തില്ല. ശ്രദ്ധയുള്ളവരായിരിക്കണം നമ്മൾ. പല കാര്യങ്ങൾ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്, അത് ആവശ്യമാണ്. എന്നാൽ അതിലുപരി ഉയരത്തിൽ നിന്ന് വരുന്ന ഒരു ജ്ഞാനമുണ്ട്. ആ ജ്ഞാനം പ്രാപിക്കണമെങ്കിൽ നമ്മളുടെ മനസ്സ് അതിനുവേണ്ടി പുതുക്കിയേ പറ്റത്തുള്ളൂ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ അങ്ങ് സ്കിപ്പ് ചെയ്യാൻ പോകുക. ഞാൻ എഴുതി കൊടുത്ത പല വാക്യങ്ങൾ വായിക്കുവാൻ പോലും സാധിക്കുകയില്ല. ലെറ്റ് മീ ജസ്റ്റ് ഗോ ലിറ്റിൽ ഫർദർ. ജ്ഞാനം എന്നുള്ളത് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു ആശയമാണ്. വിസ്ഡം ഈസ് ദ റെസ്പോൺസ്. പ്രതികരണത്തെയാണ് ഞാൻ ജ്ഞാനം എന്ന് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അറിവിനെ അനുസരിച്ച് ഞാൻ പ്രതികരിക്കുന്ന പ്രതികരണങ്ങളെ ജ്ഞാനം എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. എനിക്ക് ലഭിച്ച അറിവ്, എൻ്റെ ഫാദർ, എൻ്റെ പിതാവ് മുറിക്കകത്ത് വരുമ്പോൾ ഞാൻ ബഹുമാനിക്കണം. അതില്ലാത്ത പലരുമുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്. അപ്പൻ മുറിക്കകത്ത് വരുമ്പോൾ കാല് മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇല്ലേ, ബാംഗ്ലൂരിൽ അധികം കണ്ടിട്ടില്ല. മറ്റുള്ള രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ഷൂസ് ഇട്ടോണ്ട് മേശപ്പുറത്ത് കാലും വെച്ച് അപ്പം വന്നാലും കാല് പോലും അനക്കാതെ അവിടെ ഇരിക്കുന്ന പാർട്ടീസിനെ കണ്ടിട്ടുണ്ട്. അവർക്ക് ഇൻഫർമേഷൻ ഇല്ല, നോളജ് ഇല്ല. അപ്പനെ ബഹുമാനിക്കണം എന്നുള്ള ഇൻഫർമേഷൻ ഇല്ല. ആ നോളജ് ഇല്ലാത്തത് കൊണ്ട്, അറിവില്ലാത്തത് കൊണ്ട് അതിനനുസരിച്ച് പ്രതികരിക്കുന്നില്ല, ജ്ഞാനമില്ല. ബൈബിൾ പറയുന്നു, മാനിക്കേണ്ടവരെ മാനിച്ചില്ലെങ്കിൽ, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചില്ലെങ്കിൽ, ആദ്യത്തെ വാഗ്ദത്വത്തോടുള്ള കൽപ്പന ഓർക്കുന്നുണ്ടല്ലോ, അതില്ലെങ്കിൽ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകുകയില്ല, ദീർഘായുസ് ഉണ്ടാകുകയില്ല. ബൈബിളിലെ ഒരു വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത്. അവിടെ മുതൽ നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച്, നമുക്ക് ലഭിക്കുന്ന അറിവനുസരിച്ച് നമ്മളുടെ പ്രതികരണങ്ങൾ മാറും. ഭൂമിയിലെ അറിവും ജ്ഞാനവും ഉണ്ടെങ്കിൽ നമ്മളുടെ പ്രതികരണങ്ങൾ അതിനനുസരിച്ച് മാറും. ഒരു വാക്യം വായിച്ചാട്ട്, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യം. ചിലർ ലോകത്തിന്റെ അറിവനുസരിച്ചാണ് പ്രതികരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യം. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. മതി. യേശു കർത്താവിന്റെ വാക്കുകൾ തരുന്ന ഇൻഫർമേഷനും ഈ ലോകത്തിൽ നമ്മൾ പ്രാപിക്കുന്ന ഇൻഫർമേഷൻ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ലോകക്കാരൻ പറയുന്നത് സകലരും നിന്നെക്കുറിച്ച് നന്മ മാത്രമേ പറയാവൂ. അതിനെന്ത് വില മുടക്കേണ്ടി വന്നാലും, ബ്രാൻഡിങ്, അതിനുവേണ്ടി മാർക്കറ്റിംഗ്, അതിനുവേണ്ടി നീ നന്നായിട്ട് മറ്റുള്ളവരെ ധരിപ്പിക്കാനായിട്ട് എന്ത് ചെയ്താലും സാരമില്ല, പക്ഷേ എല്ലാവരും നിന്നെക്കുറിച്ച് നന്മ പറയണം. എല്ലാവരും ഒരിക്കലും നമ്മളെക്കുറിച്ച് നന്മ പറയണം എന്ന് ആഗ്രഹിക്കരുത്. പകരം നിൽക്കേണ്ട പ്രിൻസിപ്പിൾസിന് വേണ്ടി, നിൽക്കേണ്ട വിശ്വാസത്തിനു വേണ്ടി, നിൽക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ആർ എതിർത്താലും നിൽക്കും എന്നുള്ള തീരുമാനമുണ്ടെങ്കിൽ അതാണ് ഉയരത്തിലെ ജ്ഞാനം. ആ ഇൻഫർമേഷൻ ലഭിച്ചു കഴിയുമ്പോൾ ചിലർ വില മുടക്കേണ്ടി വന്നാലും അവർ പറയും, എല്ലാവരും എന്നെക്കുറിച്ച് എൻ്റെ വിശ്വാസം. അവിടെ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ എൻ്റെ വിശ്വാസം പറയും. ഇവിടെ വരുമ്പോൾ എനിക്ക് ഇവിടെ ഇഷ്ടമുള്ളതുപോലെ എൻ്റെ വിശ്വാസം പറയും. കാര്യം, എനിക്ക് എല്ലാവരുടെയും നല്ല വാക്ക് വേണം, എല്ലാവരുടെയും നല്ല ആശയങ്ങൾ, എല്ലാവരുടെയും നല്ല ധാരണ എനിക്ക് ആവശ്യമാണ്. കർത്താവ് പറഞ്ഞു, അങ്ങനെ സകലരും നിന്നെക്കുറിച്ച് നന്മ മാത്രം പറയുമ്പോൾ അയ്യോ കഷ്ടം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ചോണം. ചിലരെന്നെ കുറിച്ച് പറയും, അവൻ യേശുവിന് വേണ്ടി ഭ്രാന്തന, അവൾ യേശുവിന് വേണ്ടി ചത്തുകളയും, അവളെ കൊള്ളത്തില്ല, വിടക്ക നെണ്ണി തള്ളിക്കളയുമ്പോൾ ഭാഗ്യവാന്മാർ. കാര്യം, എൻ്റെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സകലരും നിന്നെക്കുറിച്ച് നന്മ മാത്രം പറയുവാൻ നീ ആഗ്രഹിച്ച് അതിനനുസരിച്ച് ക്രമീകരിച്ച് അതിനനുസരിച്ച് നിന്റെ വഴികളെ തിരിച്ചാൽ നിനക്ക് അയ്യോ കഷ്ടം. അതിനധികം പറയുന്നില്ല. അടുത്ത വാക്യം ഒന്നുകൂടി വായിക്കണം. അടുത്ത വാക്യമല്ല, 22-ഉം 23-ഉം യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ എന്ത് ചെയ്യണം? വാട്ട് ഷുഡ് ബി എ റെസ്പോൺസ് പാറ്റേൺ? ആ നാളിൽ സന്തോഷിച്ച് തുള്ളുവിൻ. ആ നാളിൽ സന്തോഷിച്ച് തുള്ളുവിൻ. ലീപ് ഫോർ ജോയ്. സന്തോഷിക്കാൻ പോലും കഴിയുന്നില്ല, പിന്നെ എങ്ങനെ സന്തോഷിച്ച് തുള്ളുന്നത്? കർത്താവ് പറയുക, എടാ, നിന്നെക്കുറിച്ച് ആൾക്കാർ യേശുവിൻ്റെ നാമം നിമിത്തം നിന്നെ വിടക്കം നേടുമ്പോൾ, നിന്നെ നിന്ദിക്കുമ്പോൾ, നിന്നെ പരിഹസിക്കുമ്പോൾ, നിന്നെ കുറ്റം വിധിക്കുമ്പോൾ നീ വലിയ ഭാഗ്യമുള്ള വ്യക്തിയാണ്, നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്, നീ സന്തോഷിക്കണം, നീ വളരെ സന്തോഷിക്കണം, സന്തോഷിച്ച് തുള്ളിച്ചാടണം. നമ്മളുടെ പ്രതികരണം വേറെയാ. നമ്മളുടെ ജ്ഞാനം ഉയരത്തിൽ നല്ല. നമ്മൾ പലപ്പോഴും കരയും, നമ്മൾ പലപ്പോഴും ഡിപ്രസ്ഡ് ആകും. എന്നാലും എന്നെ നോക്കിയിട്ട് ചിരിച്ചില്ല, എന്നാലും എന്നെ നോക്കി കളിയാക്കി ചിരിച്ചു, എന്നാലും എന്നെ നോക്കി തള്ളിക്കളഞ്ഞു, എന്നെ നോക്കിയിട്ട് അംഗീകരിച്ചില്ല, മാനിച്ചില്ല, എന്നെ റെസ്പെക്ട് ചെയ്തില്ല, എന്നെ ആൾക്കാരുടെ മുൻപിൽ താഴ്ത്തിക്കെട്ടി നിന്ദിച്ചു. കരയുന്നവർ, കർത്താവ് പറയുക, നോ, നിന്റെ പ്രതികരണം മാറട്ടെ. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം വരണമെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ ബേസ്, അറിവ്, ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയണമെന്നുണ്ട്. നമ്മുടെ പ്രതികരണങ്ങൾ മാറിയെങ്കിൽ മാത്രമേ നമ്മളുടെ ജ്ഞാനത്തെക്കുറിച്ച് അത് സാക്ഷ്യം വഹിക്കുകയുള്ളൂ. Now, വിശ്വാസത്തിന്റെ പൂർണ്ണതയാണ് ജ്ഞാനം. ഈ ഒരു ആശയം മനസ്സിലായാൽ എൻ്റെ കംപ്ലീറ്റ് മെസ്സേജ് അതിൻ്റെ പൂർണ്ണതയിലെത്തും.
വിശ്വാസത്തിന്റെ പൂർണ്ണതയാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്നതും ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ അതിനനുസരിച്ച് ഞാൻ ചിന്തിക്കാതെ, ഞാൻ കണക്ക് കൂട്ടാതെ, ഡെലിബറേറ്റ്ലി മനഃപൂർവം ഒത്തിരി അധ്വാനിച്ച് എൻ്റെ പ്രതികരണങ്ങൾ വരാതെ, പകരം നാച്ചുറൽ ഇൻസ്റ്റിങ്സ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാതെ എൻ്റെ പ്രതികരണങ്ങൾ ഉയരുന്നത് വിശ്വാസത്തിന് നിരക്കുന്നത് പോലാണെങ്കിൽ അതിനെയാണ് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്ന് വിളിക്കുന്നത്. പല ആശയങ്ങൾ പറഞ്ഞെങ്കിലേ ഈ ആശയം വ്യക്തമാകുകയുള്ളൂ. പ്രാർത്ഥിക്കുവാൻ സമയമെടുക്കേണ്ടത് കൊണ്ട് ചില ആശയങ്ങൾ മാത്രം പറയട്ടെ. മത്തായി സുവിശേഷം 15:27-28. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. വലിയ ഒരു വിശ്വാസത്തെക്കുറിച്ച് കർത്താവ് ഇവിടെ പറയുകയാണ്. കാര്യം എന്താണ്? ഇവളോട് യേശു കർത്താവ് പറഞ്ഞു, മക്കൾക്കുള്ള അപ്പം നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുകയില്ല. ഭൂമിയിലുള്ള ജ്ഞാനമായിരുന്നെങ്കിൽ, പ്രതികരണമായിരുന്നെങ്കിൽ പറഞ്ഞാലും, എന്നെ കളിയാക്കിയില്ലയോ, എനിക്ക് നിന്റെ ഒന്നും വേണ്ട, എനിക്ക് നിന്റെ ധർമ്മക്കഞ്ഞി കുടിക്കാൻ താല്പര്യമില്ല, പലതും പറഞ്ഞ് വിട്ടുമാറിയനെ. പക്ഷേ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം വന്നപ്പോൾ ഇവൾ താഴ്മയോടെ സംസാരിച്ചു. ഇവൾ പറഞ്ഞു, കർത്താവേ, എങ്കിലും ആ പ്രതികരണം, ജസ്റ്റ് ലുക്ക് അറ്റ് ദ റെസ്പോൺസ്, പ്രതികരണം. ഒത്തിരി ചിന്തിച്ചൊന്നുമില്ല, ഒത്തിരി ആലോചിച്ച് അടുത്ത കണക്കുകൂട്ടൽ ഇങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും, ഇങ്ങനെ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല. ഒറ്റയടിക്ക് പറഞ്ഞ വാക്ക് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. കർത്താവേ, എങ്കിലും മേശപ്പുറത്തൊന്ന് വീഴുന്ന നുറുക്കുകൾ കൊണ്ടാണല്ലോ നായ്ക്കുട്ടികളും ജീവിക്കുന്നത്. കർത്താവ് നോക്കിയിട്ട്, നിന്റെ പ്രതികരണം, വൈ ഗുഡ്നസ്, യുവർ റെസ്പോൺസ് മനുഷ്യരുടെ ജ്ഞാനമല്ല, ഇത് ഉയരത്തിൽ നിന്നാണ് പ്രതികരണമാണ്. അതുകൊണ്ട് നിന്റെ വിശ്വാസം വലുത്, നിനക്ക് അസാധ്യമായി ഒന്നും കാണുകയില്ല, നിനക്ക് ചെയ്യേണ്ടത് നിനക്ക് ചെയ്യാം, നീ എന്താഗ്രഹിച്ചാലും അത് നിനക്ക് ലഭിച്ചിരിക്കും. നമ്മുടെ പ്രതികരണങ്ങൾ കറക്റ്റ് ആകണമെങ്കിൽ, നമ്മളുടെ പ്രതികരണങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വരണമെങ്കിൽ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം വന്നെങ്കിൽ മാത്രമേ ചിന്തിക്കാതെ, പ്ലാൻ ചെയ്യാതെ, ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നമ്മൾക്ക് പ്രതികരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ന്യായാസനത്തിന്റെ മുൻപിൽ വിസ്താരണത്തിനായി ചെല്ലുമ്പോൾ എന്തു പറയും എന്ന് ചിന്തിക്കേണ്ട, നിങ്ങളുടെ മേൽ ഞാൻ ആത്മാവിനെ പകർന്ന് നിങ്ങൾ പറയേണ്ടത് തക്ക സമയത്ത് പറയുവാൻ ഞാൻ ആത്മാവിനാൽ ഞാൻ നിങ്ങളെ നിറയ്ക്കും. ഞാൻ പറയട്ടെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വേണ്ടാത്ത വാക്കുകൾ പറയും, നമ്മൾ വേണ്ടാത്ത രീതിയിൽ പ്രതികരിക്കും, നമ്മൾ വേണ്ടാത്ത രീതിയിൽ നമ്മൾ പോയി കാര്യങ്ങൾ ചെയ്യും. ഇന്ന് ചിലരുടെ മേൽ ആത്മീയ ഉയരത്തിൽ നിന്നുള്ള ഒരു ജ്ഞാനം വന്നു കഴിഞ്ഞാൽ, അതിനുവേണ്ടി മനസ്സ് പുതുക്കിയാൽ, ഓരോ പ്രാവശ്യവും വചനം കേൾക്കുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ചില രൂപാന്തരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ മനസ്സിൻ്റെ അകത്ത് ചില പുതിയ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഈ ജ്ഞാനം പ്രാപിക്കുവാൻ സാധിക്കും? 5 മിനിറ്റിൻ്റെ അകം ഈ മെസ്സേജ് ഞാൻ കൺക്ലൂഡ് ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. എങ്ങനെ ഈ ജ്ഞാനം പ്രാപിക്കുവാൻ സാധിക്കും? 2 വാക്യങ്ങൾ വായിക്കാം. കൊലോസ്യ ലേഖനം 3:16 ഞാൻ തന്നെ വായിച്ചോളാം. Let the word of Christ dwell in you richly in all wisdom. സകല ജ്ഞാനത്തിലും ക്രിസ്തുയേശുവിന്റെ വചനം നിങ്ങളിൽ വസിക്കട്ടെ. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? Teaching and admonishing one another in psalms and hymns and spiritual songs, singing with grace in your hearts to the Lord. ആ വാക്യം എടുത്താൽ, ജ്ഞാനത്താൽ നിങ്ങളെ നിറയ്ക്കുവാൻ, ഇത് ഒരു വാക്യം കൊണ്ട് മാത്രം ഞാനൊരു ഉപദേശമായി പ്രസ്താവിക്കുകയല്ല. ബൈബിളിൽ ഉൽപ്പത്തി മുതൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആശയം ആഴത്തിൽ കിടക്കുന്നത് കാണുവാൻ സാധിക്കും. ആത്മീയ ഗീതങ്ങൾ പാടുമ്പോൾ, പാട്ടുകൾ പാടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഞാൻ ആത്മാവിനാൽ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ അറിയാതെ തുറന്നു കൊടുക്കുകയാണ്. അതേസമയം ലോകത്തിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ മ്യൂസിക് കൊള്ളാം, അതിന്റെ ട്യൂൺ കൊള്ളാം, അറിയാതെ ഒരു കാര്യം സംഭവിക്കുകയാണ്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന് സ്ഥാനമില്ലാതെ അതിനെ ഞെരുക്കിക്കളയുന്നത് പോലെ ലോകത്തിന്റെ ജ്ഞാനത്താൽ നിങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കുവാൻ പാട്ടുകൾക്ക് വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് ആത്മാവിൽ പാടുന്നവർ, ആത്മാവിൽ ആരാധിക്കുന്നവർ സഭാരാധനയിൽ വരുമ്പോൾ നമ്മൾ പാട്ടിന് വലിയ സ്ഥാനം കൊടുക്കുന്നത്. പാട്ടിനാൽ നമ്മൾ ദൈവശക്തിയെയും ഉയരത്തിൽ നിന്നുള്ള ശക്തിയെയും ഉയരത്തിലുള്ള ജ്ഞാനത്തെയും പ്രാപിക്കുവാൻ നമ്മളെ തന്നെ തുറന്നു കൊടുക്കുകയാണ്. പലരും ആ സമയത്ത് എന്റർടൈൻമെന്റ് ആണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പറയട്ടെ, അത് നമ്മുടെ ഹൃദയം അതിനുവേണ്ടി ഒന്ന് രൂപാന്തരപ്പെടണം. കർത്താവേ, ഞാൻ പാട്ട് പാടുമ്പോൾ, ചിലർ പാട്ട് പാടുമ്പോൾ, നമ്മളെല്ലാം പാട്ട്, ഞാൻ വലിയ മീറ്റിംഗ്സിൽ മാത്രമല്ലല്ലോ പ്രസംഗിക്കുന്നത്, ഏരിയ മീറ്റിങ്ങിനും പോകാറുണ്ട്. അവിടെ ചെല്ലുമ്പോൾ പാട്ടൊക്കെ കേൾക്കാറുണ്ട്, നല്ലതാണ്, എല്ലാവരും പാടണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അടുത്തിരിക്കുന്നവരോടൊന്ന് ചോദിക്കാവുന്നവരോട് എൻ്റെ പാട്ട് എങ്ങനെ ഉണ്ടെന്ന്. എന്നിട്ട് അവർ പറയുവാണ്, ഓ നിങ്ങൾ പാടുമായിരുന്നല്ലയോ, കേട്ടപ്പോഴെനിക്ക് തോന്നി, പാടുവാൻ തോന്നി എന്നാരെങ്കിലും പറഞ്ഞാൽ പാട്ടിൻ്റെ വോളിയം അല്പം കുറച്ചോണം, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യില്ല. എങ്കിലും പാട്ട് നിർത്തരുത്. കാര്യം പാട്ടിൻ്റെ അകത്ത് വലിയ സ്ഥാനമുണ്ട്. ഒറ്റയ്ക്ക് പോകുമ്പോൾ
വ്യക്തിപരമായിട്ടിരിക്കുമ്പോൾ, കൂട്ടത്തിലിരിക്കുമ്പോൾ പാടുന്നവരുണ്ടോ? ദൈവശക്തിക്കും ദൈവിക ജ്ഞാനത്തിനും നിങ്ങളെ തന്നെ തുറന്നു കൊടുക്കുക. പാട്ടിന് ജ്ഞാനാത്മാവുമായി വലിയൊരു ബന്ധമുണ്ട്. ദാവീദും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഓരോ അനുഭവങ്ങൾ എടുത്താൽ പാട്ട് പാടുന്നവർക്ക് ജ്ഞാനാത്മാവിനുമായി ഒരു വലിയ ബന്ധമുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മളുടെ സഭയിൽ വന്ന് ശുശ്രൂഷിച്ച പാസ്റ്റർ ചാർലി പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ചു കാണും. കാൽവറി ക്രൂശിൽ 7 മൊഴികൾ മാത്രമേ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എങ്കിലും ചരിത്രത്തിൽ കൂടെയും പല ആശയങ്ങളിൽ കൂടെയും താൻ പറഞ്ഞ് പ്രസ്താവിച്ച ഒരു കാര്യമുണ്ട്. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ എത്ര മണിക്കൂറുകൾ കിടന്നു, അത്രയും മണിക്കൂറുകൾ സങ്കീർത്തനങ്ങളും പാട്ടുകളും പാടിക്കൊണ്ട് കിടന്നു. അതിൽ 7 വാക്കുകൾ മാത്രമേ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എങ്കിലും ക്രൂശിൽ കിടക്കുമ്പോൾ പാട്ടുകളാൽ കർത്താവിനെ മഹത്വപ്പെടുത്തുമായിരുന്നു പോലും. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് അംഗീകരിക്കുന്നു. അതേസമയം ദൈവത്തിന്റെ ശബ്ദത്താൽ ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ സയന്റിസ്റ്റ് ഉൾപ്പെടെ പറയുന്നത് കോസ്മിക് മ്യൂസിക്, ഒരു വലിയ സംഗീതം പോലെയുള്ള ഒരു ശബ്ദത്താലാണ് ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത് എന്നുള്ള ആശയങ്ങൾ വരത്തക്കതുപോലെ സയന്റിസ്റ്റ് പറയുന്നു. ഒറ്റ വാക്കിൽ പറയട്ടെ, മ്യൂസിക്കിന് ജ്ഞാനാത്മാവുമായി ദൈവശക്തിയുമായി ഒരു ബന്ധമുണ്ട്. നമ്മുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരം പ്രാപിച്ച് പാട്ടുകളിൽ കൂടെ, മ്യൂസിക്കിൽ കൂടെ ദൈവസന്നിധിയിൽ ആഘോഷിച്ച് സന്തോഷിച്ച് നമ്മളുടെ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുമ്പോൾ നമ്മൾക്ക് പോലും അറിയാൻ വയ്യാത്ത രീതികളിൽ നമ്മളെ നടത്തുവാൻ, നമ്മളുടെ വാക്കുകളിൽ, നമ്മളുടെ പ്രതികരണങ്ങളിൽ, നമ്മളുടെ രീതികളിൽ, നമ്മളുടെ ജീവിതത്തെ വഴി നടത്തുന്ന ഒരു ദൈവിക പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്താൽ ഈ ദിവസങ്ങളിൽ ദൈവം ചിലരെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒറ്റ വാക്യം കൂടെ വായിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുക. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങളിൽ ഒരുത്തൻ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. പ്രൈസ് ദ ലോർഡ്. അനേക വാക്യങ്ങൾ, അനേക ആശയങ്ങൾ, ഒത്തിരി ആശയങ്ങൾ പറയുവാനുണ്ട്. ഞാൻ ഇവിടം കൊണ്ട് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ജ്ഞാനം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ജ്ഞാനം ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അറിവ് ആഗ്രഹിക്കുക എന്നല്ല. എനിക്കതിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചുമുള്ള ഇൻഫർമേഷൻ വേണമെന്നല്ല. നോ, എത്ര അറിവുണ്ടെങ്കിലും പലരും നശിച്ചു പോകുന്ന മൃഗത്തെക്കാൾ ഭോഷന്മാരായി ജ്ഞാനമില്ലാതെ പോകുന്നത് കാണുവാൻ സാധിക്കും. ജ്ഞാനമുള്ളൊരു ഹൃദയമുണ്ടെങ്കിൽ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഏറ്റവും സഫലമായി തീരും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാൻ പോകുകയാണ്. താങ്ക് യു ലോർഡ്. റബ്ബശ്വസ്മി. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ലോർഡ്, എനിക്ക് ലോകത്തിൻ്റെ ജ്ഞാനമല്ല വേണ്ടി, അതിനെ കവിയുന്ന ദൈവിക ജ്ഞാനമാണ്. ദൈവിക ജ്ഞാനവും ദൈവിക ശക്തിയും ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പലരും പോരാട്ടം വന്നിട്ട് വിടുതലിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. വിടുതലിന് ആവശ്യമുള്ള ശക്തിയാണ്. ഞാൻ പറയട്ടെ, പോരാട്ടത്തിൽ പെടാതെ അതിൽ നിന്നും സൂക്ഷിക്കുന്നതാണ് ജ്ഞാനത്തിൻ്റെ പ്രത്യേകത. പലരും ബന്ധനത്തിൽ കെണിയിലായിട്ട് അതിനുശേഷം അവിടെ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ദൈവശക്തിക്കായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഞാൻ ദൈവസഭയോട് പറയട്ടെ, കെണിക്കകത്ത് അകപ്പെടാതെ ദൈവത്തിൻ്റെ ആത്മാവ് വഴി നടത്തി കഴിഞ്ഞാൽ, ആത്മാവിൻ്റെ നടത്തിപ്പുണ്ടെങ്കിൽ, ഇഫ് യു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ്, ആത്മാവിനാൽ നടത്തപ്പെട്ടെങ്കിൽ, ദൈവത്തിൻ്റെ പുത്രന്മാരായി വന്നെങ്കിൽ, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയത്തേക്കാൾ അധികം മുന്നേറ്റത്തിനായി പ്രാർത്ഥിക്കാനുള്ള സമയവും അവസരവും ലഭിക്കും. കാര്യം, നിങ്ങൾ നടത്തപ്പെടുന്നത് ശക്തിയാലാണ്, എങ്കിലും ദൈവശക്തിയിൽ, ദൈവജ്ഞാനത്തിലാണ് നടത്തപ്പെടുന്നത്. പലരും പരിജ്ഞാനമില്ലായാൽ നശിച്ചു പോകുന്നു. മുന്നേറ്റത്തിൻ്റെ സമയത്തിന് പകരം അവർ വിടുതലിനായി പ്രാർത്ഥിക്കുകയാണ്, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രോഗസൗഖ്യം നമ്മളുടെ അവകാശമാണ്, പ്രാർത്ഥിക്കണം. എങ്കിലും രോഗങ്ങൾ ശരീരത്തിൽ വരുന്നതിന് പകരം സൗഖ്യം ശരീരത്തിൽ, ആരോഗ്യം ശരീരത്തിൽ വരുവാൻ മനസ്സിനെ പുതുക്കി രൂപാന്തരം പ്രാപിച്ചാൽ, ഞാൻ പറയട്ടെ, മനസ്സിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആരോഗ്യവും ദൈവത്തിൻ്റെ ബലവും വിശ്വാസവും നിറച്ച് ശരീരത്തെയും, ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിൽ പറഞ്ഞതുപോലെ DNA വരെ ബാധിക്കുക, DNA ക്ലെൻസിങ് വരെ നടക്കുന്ന, DNA-ക്കകത്ത് നടന്ന മ്യൂട്ടേഷൻസിന് വരെ റിപ്പയർ ചെയ്യുന്നത് പോലെ ഒരളവിൽ ദൈവിക ജ്ഞാനത്തിൽ ഒരു ശക്തിയുണ്ട്. മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ചാൽ ജീവിതത്തെ മുഴുവനായി ആകപ്പാടെ മാറ്റുന്ന ഒരു ശക്തി ദൈവത്തിൻ്റെ ജ്ഞാനത്തിലുണ്ട്. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുവാൻ എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടാണ്. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ജ്ഞാനം ചോദിക്കുകയാണ്. അവർക്ക് വേണ്ടാത്ത ചിന്തകളിൽ കൂടെ പോയി അവരുടെ മനസ്സ് വേണ്ടാത്ത വസ്തുക്കളാൽ നിറഞ്ഞ്, വേണ്ടാത്ത രീതികൾ അവരുടെ അകത്തേക്ക് ചില ചിന്തകൾ വന്ന് അവരുടെ ഭാവി, അവരുടെ ആരോഗ്യം, അവരുടെ നന്മകൾ നശിച്ചു പോകുവാനല്ല, പകരം ദൈവവചനത്താൽ അവരുടെ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രായമുള്ളവരെ കർത്താവേ, സ്വഭാവ വൈകല്യങ്ങളാൽ നിത്യതയെ പോലും ചോദ്യം ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ വികാരങ്ങൾ, ഞങ്ങളുടെ വിചാരങ്ങൾ, ഞങ്ങളുടെ രീതികൾ, ഞങ്ങളുടെ പ്രതികരണങ്ങൾ മാറിപ്പോകാതെ ഞങ്ങൾ ക്ഷമിക്കുവാൻ, ഞങ്ങൾ സ്നേഹിക്കുവാൻ, ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാൻ, വെളിച്ചത്തിൽ നടക്കുവാൻ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിച്ച് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരായി, ലെഡ് ബൈ ദ സ്പിരിറ്റ്, ഞങ്ങളുടെ പ്രതികരണങ്ങൾ, ഞങ്ങളുടെ വാക്കുകൾ
സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത് എന്ന് യേശു കർത്താവ് പറഞ്ഞ അളവിൽ ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ വിശ്വാസം വലുത് എന്ന് പറയത്തക്കതുപോലെ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഞങ്ങളുടെ ഉള്ളിൽ പകരണമേ എന്ന് ചിലർ പ്രാർത്ഥിച്ചാട്ടെ. ചിലർ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്നിവിടെ പാടുമ്പോൾ, ഇന്നിവിടെ ഞങ്ങൾ ചോദിക്കുമ്പോൾ ചിലരുടെ അകത്തേക്ക് വലിയ ഒരു ജ്ഞാനത്തിന്റെ പകർച്ച ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. യേശുവേ, ചോദിച്ചാൽ നൽകും എന്നുള്ള അങ്ങയുടെ വചനപ്രകാരം ഞങ്ങൾ ചോദിക്കുകയാണ്. ഞങ്ങൾ അറിവുള്ളവരല്ലായിരിക്കും, ഞങ്ങൾ വലിയ അറിവുകളുള്ളവരല്ലായിരിക്കും. ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ മുൻപിൽ ഭോഷത്വമാകിയാൽ ഞങ്ങൾ ലൗകിക ജ്ഞാനത്തെക്കാൾ ഉപരി ദൈവത്തിന്റെ ജ്ഞാനത്തെ അന്വേഷിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, ചോദിക്കുകയാണ്. അങ്ങനെ വിടുതലും അനുഗ്രഹവും ഉയർച്ചയും ഉള്ളവരായി ഇതിന്റെ അകത്തുനിന്ന് ചിലരുടെ ജീവിത അനുഭവങ്ങൾ മാറുവാൻ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. സഭയൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നവരെ, ദൈവത്തിൻ്റെ ജ്ഞാനം വേണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് പാറ്റേൺസ്, നിങ്ങളുടെ പ്രതികരണങ്ങൾ മാറുന്നത് പോലെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അവസ്ഥകൾ മാറുന്നത് പോലെ ഒരു വലിയ ദൈവ പ്രവർത്തിക്കായി ചിലരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുക. വർഷിപ്പ് ടീം, പ്ലീസ് കം അപ്പ്. ഇതിൻ്റെ അകത്ത് ഒരു ആത്മീയ സാന്നിധ്യം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ വ്യക്തമായ ഒരു കാര്യം അറിയുന്നു. ഇതിൻ്റെ അകത്ത് അന്തരീക്ഷം മാറ്റപ്പെട്ട് കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് ചിലരുടെ അകത്തേക്ക് ഒരു പകർച്ച ദൈവം തരികയാണ്. നമ്മൾ ആത്മാവിന്റെ ശക്തിക്കായി പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങൾ ആത്മാവിന്റെ കൃപാവരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവരാണ്, വിടുതലിനായി പ്രാർത്ഥിക്കുന്നവരാണ്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ചിലരുടെ അകത്തേക്ക് ഒരു ആത്മാവിന്റെ ജ്ഞാനത്തിന്റെ പകർച്ചയ്ക്കായി, ഞാൻ ആത്മാവിന്റെ പകർച്ചയ്ക്കായി ദൈവം ചിലരെ നിറയ്ക്കുവാനായി അന്തരീക്ഷത്തെ നിറച്ചു കഴിഞ്ഞു. റിസീവ് ഇറ്റ്. തുറന്നോ, ഹൃദയം തുറന്നോ, വിസ്താരത്തിൽ തുറന്നോ. ചോദിച്ചോ, കർത്താവേ, എനിക്ക് ജ്ഞാനത്തിന്റെ ആത്മാവിനെ തരണം. എൻ്റെ ഓഫീസിൽ, എൻ്റെ ജോലി സ്ഥലത്ത്, എൻ്റെ ബിസിനസ്സിൽ ഞാൻ ഏറ്റവും ജ്ഞാനത്തോടെ തീരുമാനങ്ങൾ എടുക്കുവാൻ, എൻ്റെ പ്രതികരണങ്ങൾ എൻ്റെ ഉയർച്ചയ്ക്കായിട്ടുള്ളതാകുവാൻ, എൻ്റെ നിത്യതയും എൻ്റെ ആത്മീയ ജീവിതത്തെയും എൻ്റെ ആരോഗ്യത്തെയും സകലത്തെയും സ്വാധീനിക്കുന്ന അളവിൽ എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ദാനത്തിൽ ഏറ്റവും ഒന്നാം സ്ഥാനം വഹിക്കുന്ന ഒരു ദാനമാണ് ജ്ഞാനാത്മാവെന്ന ദാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ്റെ ജ്ഞാനം അത് ഭോഷത്വമാണ്, ദൈവത്തിൻ്റെ മുൻപിൽ ഭോഷത്വമാണ്. അത് മനുഷ്യ ജ്ഞാനത്തിലല്ല നമ്മൾ നിൽക്കുന്നത്, വചനത്തിൻ്റെ ശക്തിയാൽ, വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഉയരത്തിൽ നിന്ന ജ്ഞാനത്താൽ. ഇന്ന് പകൽക്കാലം ചിലർ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രാർത്ഥനയുടെ ശൈലി മാറും. അധികം രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അധികം ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി പ്രാർത്ഥിക്കുവാൻ, ആത്മാക്കളുടെ വർധനവിനായി പ്രാർത്ഥിക്കുവാൻ, മെയിൻ്റനൻസിനേക്കാൾ അധികം ദൈവം ഫോർഡറൻസ്, മുന്നേറ്റത്തിനായി ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ദൈവം മാറ്റുവാനിടയായി തീരും. ചില ഭവനങ്ങളുടെ അവസ്ഥകൾ മാറുന്നതായി ഞാൻ ആത്മാവിൽ കാണുകയാണ്. താങ്ക് യു ലോർഡ്. മെയിൻ്റനൻസിനായി, റിപ്പയറിനായി പ്രാർത്ഥിക്കുന്നതിന് പകരം, രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നതിന് പകരം ആത്മീയ വർധനവ് അനുഭവിച്ചവർ അതിനേക്കാൾ ഉയർന്ന തലത്തിൽ, പ്രാർത്ഥനാ മണ്ഡലത്തിൽ, അഭിഷേകത്തിൽ, ദൈവിക അനുഭവങ്ങളിൽ, ആത്മീയ അനുഭവങ്ങളിൽ, ജീവിതത്തിന്റെ നന്മകളിൽ കയറി വരുന്നതായി ഞാൻ ആത്മാവിൽ കാണുകയാണ്. എൻ്റെ ആത്മ കണ്ണുകളാൽ ഞാൻ കാണുകയാണ്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്താൽ ചിലരെ ദൈവം നിറയ്ക്കുകയാണ്. ഓപ്പൺ അപ്പ്. ചിലർ അത് പ്രാപിക്കട്ടെ. സഭ മുഴുവൻ എണീറ്റ് നിൽക്കണം, സഭ മുഴുവൻ എണീറ്റ് നിൽക്കണം. ഇതിന്റെ അകത്തൊരു പകർച്ച നടക്കുകയാണ്. ലിഫ്റ്റ് അപ്പ് യുവർ ഹോളി ഹാൻഡ്സ്. ആ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാട്ട്, യേശുവേ, ഇതിന്റെ അകത്ത് ചിലരെ ഞാൻ ആത്മാവിനാൽ നിറയ്ക്കണമേ. ആത്മശക്തിയാൽ ഞങ്ങളെ നിറച്ചു, ആത്മാവിന്റെ ശക്തിയാൽ നിറച്ചു. അപ്പോസ്തലന്മാർ 120 പേർ, ഓ യെസ്, കൂടിയിരുന്നിടത്ത് ദൈവശക്തിയാൽ നിറച്ചപ്പോൾ തന്നെ ആൾക്കാർ അത്ഭുതപ്പെടത്തക്കതുപോലെ ജ്ഞാനത്താൽ അവരെ നിറച്ചെങ്കിൽ, താങ്ക് യു ലോർഡ്, ഇതിന്റെ അകത്തിരിക്കുന്ന ചിലരെ ലോകക്കാർ കണ്ട് ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഇവർ ഇത്രയും ജ്ഞാനം എവിടെ നിന്ന് പ്രാപിച്ചു എന്ന് പറയത്തക്കതുപോലെ ദൈവശക്തിയുടെ പ്രദർശനത്തിനായി ചിലരെ ആത്മാവിന്റെ ജ്ഞാനത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിന്റെ അകത്തിരിക്കുന്ന എന്നെ ശ്രദ്ധിക്കുന്നവർ ആത്മാവിന്റെ ശക്തിയുള്ളവരാണ്, അഭിഷേകമുള്ളവരാണ്. അത് വർദ്ധിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്കിലും ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആലോചന ഞാൻ പറയട്ടെ. ചിലരെ ഞാൻ ആത്മാവിനാൽ എന്റെ ദൈവം നിറച്ച് ഇതുവഴി മുന്നോട്ട് പോകണം, എങ്ങനെ മുന്നോട്ട് ഗമിക്കണം എന്നുള്ള വഴികൾ കാണിച്ചു തരുവാൻ, യെസ്, സാഹചര്യത്തിൽ കൂടെ ദൈവഹിതം ഇന്നത് എന്ന് വെളിപ്പെട്ടു വരുവാൻ. ചിലരകത്തേക്ക് ആ പകർച്ച ഇപ്പോൾ പകരുന്നതിനാൽ, ചില കുടുംബങ്ങൾക്കകത്തേക്ക് അങ്ങനെ ഒരു പകർച്ച പകരുന്നതിനാൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ സ്തുതിക്കുകയാണ്. കരങ്ങളെ അടിച്ച് സ്തുതിച്ചോ. ചില നിമിഷങ്ങൾ കരങ്ങളെ അടിച്ച് സ്തുതിച്ചോ. താങ്ക് യു ലോർഡ്. ഞങ്ങൾ കേൾക്കുന്നത് ഗ്രഹിക്കുവാൻ, ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ്, വിവേകം തുറന്നു വരുവാൻ ഞാൻ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ജ്ഞാനികൾക്ക് ജ്ഞാനത്തെ നൽകും എന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, ജ്ഞാനാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുവാൻ. Thank you Lord, thank you Lord, thank you Lord. Let the heavenly wisdom, the wisdom from above, ഉയരത്തുനിന്നുള്ള ജ്ഞാനം ചിലരിലേക്ക് വരട്ടെ. അവരുടെ പ്രതികരണങ്ങളിൽ, വാക്കുകളിൽ, അവരുടെ വികാരങ്ങളിൽ, വിചാരങ്ങളിൽ, അവരുടെ ചിന്തകളിൽ, ചിന്താമണ്ഡലത്തിൽ, അവരുടെ രീതികളിൽ, ജീവിത ശൈലിയിൽ.
ജീവിത അനുഭവങ്ങളിൽ ഭവനത്തിന്റെ അകത്തെ അവസ്ഥയ്ക്ക്, ഡിസിപ്ലിന്റെ അകത്തെ അവസ്ഥയ്ക്ക്, ഭവനത്തിന്റെ അകത്തെ അന്തരീക്ഷത്തിന്, ഭവനത്തിന്റെ അകത്തെ സ്വസ്ഥതയ്ക്ക്, ബന്ധങ്ങളിൽ ഉലച്ചിലില്ലാതിരിക്കുവാൻ, വ്യത്യസ്ത രീതികളിൽ കർത്താവേ ധന്യമായ ഒരു ജീവിതം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകുവാൻ ഞാൻ ആത്മാവിനാൽ ചിലരെ ഇന്ന് പകൽക്കാലം നിറയ്ക്കുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. Thank you, Lord. വിദ്യാഭ്യാസത്തിൽ ചിലർ ഉയർന്നു വരുവാൻ ഞാൻ ആത്മാവിനാൽ ചിലരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിൽ ചിലർ വർദ്ധിച്ചു വരുവാൻ ഞാൻ ആത്മാവിനാൽ ചിലരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിൽ ചിലർ ഉയർന്നു വരുവാൻ ഞാൻ ആത്മാവിനാൽ ചിലരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആത്മശക്തി നിലനിൽക്കുവാൻ ഞാൻ ആത്മാവിനാൽ ചിലരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിന്റെ അകത്ത് അങ്ങനെ ഒരു പകർച്ചയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഒരു പകർച്ചയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ശുശ്രൂഷകന്മാർ, ഞങ്ങളുടെ നേതൃവൃന്ദത്തിലുള്ളവർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ മെമ്പേഴ്സ്, ഓരോരുത്തരുടെ അകത്തേക്കും കർത്താവേ ഉയരത്തിൽ നിന്നുള്ളൊരു ജ്ഞാനത്തിന്റെ പകർച്ച എന്റെ ദൈവം പകർന്ന് ഞങ്ങൾ നടക്കേണ്ട വഴിയെ ഞങ്ങൾ നടക്കുവാൻ ഞാൻ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുന്ന അങ്ങനെ പ്രവൃത്തികൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. സഭയെ ഞാൻ ഓർപ്പിക്കട്ടെ, ആ ഞാൻ ആത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങൾ കൊണ്ട് എന്നെ പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യം വരത്തില്ല. ഇന്ന് പലർക്കും ആവശ്യം പാസ്റ്റർ അഭിഷേകത്തെ കുറിച്ച് പറ. കാര്യം അഭിഷേകം ഉണ്ടെങ്കിലേ എൻ്റെ രോഗം മാറുകയുള്ളൂ. എടാ, രോഗം വരാൻ കാര്യം എന്താണെന്ന് ആദ്യം ചിന്തിക്കും. എനിക്ക് പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിക്കുവാൻ സാധിക്കുന്നില്ല, എനിക്ക് ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല. മനുഷ്യരുടെ മുൻപിൽ ചിരിച്ചു കാണിക്കുന്നെങ്കിലും അകത്തിൻ്റെ അകത്ത് കറുത്ത കരുവാളിച്ച ചിന്തകളാണ്. അത് രോഗമല്ലാതെ പിന്നെ എന്തായിട്ട് മാറാനാ? പിന്നെ ആത്മശക്തി വേണം പ്രാർത്ഥിച്ചതിന് സൗഖ്യം പ്രാപിക്കുവാൻ. ചിന്തിക്കാതെ, മനസ്സ് പുതുകി രൂപാന്തരം പ്രാപിക്കാതെ ബന്ധങ്ങളിൽ ഉലച്ചിൽ സംഭവിച്ചു. ഇനിയും ആ ബന്ധങ്ങൾ റിസ്റ്റോർ ചെയ്യാൻ പ്രാർത്ഥിക്കുക. എടാ, ഞാൻ ആത്മാവിനെ പ്രാപിച്ചാൽ ബന്ധങ്ങളിൽ ഉലച്ചിലില്ലാതെ സൂക്ഷിക്കുവാൻ സാധിക്കുമല്ലോ. മെയിൻ്റനൻസ് അല്ല, ഫർദറൻസ്. എങ്ങനെങ്കിലും ഉള്ളത് നശിച്ചു പോകാതെ സൂക്ഷിക്കുന്ന മെയിൻ്റനൻസ് അല്ല, റിപ്പയർ ചെയ്യുന്ന ഒരു ആരോഗ്യം. അവിടെ ചെലവഴിക്കുന്നത് പോലെ നമ്മളുടെ എഫേർട്സ്, നമ്മളുടെ പ്രയത്നം മെയിൻറ്റെയിൻ ചെയ്യുവാനിടുന്നത് ദൈവം ചിലർക്ക് ഫർദറൻസിനായി, മുന്നേറ്റത്തിനായി, ഉയർച്ചയ്ക്കായി, വളർച്ചയ്ക്കായി തരുവാൻ ആഗ്രഹിക്കുന്നു. The key behind that, അതിന്റെ പിൻപിലുള്ള താക്കോലാണ് ഞാൻ ആത്മാവിനാൽ ചിലർ ഈ ദിവസങ്ങളിൽ നിറയപ്പെടും. Thank you, Lord. ഞാൻ ആത്മാവിനാൽ നിറയ്ക്കും, ഞാൻ ആത്മാവിനാൽ ദൈവം ചിലതിനെ നിറയ്ക്കും. ഞാൻ ആത്മാവിനാൽ നിറച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും, യേശു കർത്താവ് നമുക്ക് ഏറ്റവും വലിയ ദാനം നിത്യജീവനാണ്. പരിശുദ്ധാത്മാവ് തരുന്ന ഏറ്റവും വലിയ ജ്ഞാനം, ഏറ്റവും വലിയ ദാനം ജ്ഞാനമാണ്. ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, ദാറ്റ്സ് ഓക്കെ. ആത്മശക്തിയാന്ന് ചിലർ പറയും, ദാറ്റ്സ് ഓക്കെ. യേശുവിനെ സ്വീകരിക്കാനുള്ള പ്രതികരണം പരിശുദ്ധാത്മാവ് തരുന്ന ജ്ഞാനത്തിന്റെ ഫലമാണ്. എന്റെ പ്രതികരണം, ചിലർ പ്രതികരിക്കും, യേശു എനിക്ക് വേണ്ടോ, ദിസ് ഇസ് സ്റ്റുപ്പിഡ്, ഇതിനകത്ത് ഒരു കാര്യവുമില്ല, ഞാനിത് വിശ്വസിക്കുന്നില്ല. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിക്കാഞ്ഞതും കൊണ്ട് യേശുവിനെ അംഗീകരിക്കുവാൻ സാധിച്ചിട്ടില്ല. അവരുടെ പ്രതികരണങ്ങൾ അവർ തെറ്റിപ്പോയി. നിത്യജീവൻ പ്രാപിക്കുവാൻ അവരുടെ പ്രതികരണങ്ങൾ അവരെ സമ്മതിച്ചില്ല. ഞാൻ പറയുന്നത്, അംഗീകരിക്കുവാൻ, ഏറ്റെടുക്കുവാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഏറ്റെടുത്തു. പരിശുദ്ധാത്മാവ് തരുന്ന ഏറ്റവും വലിയ ദാനം ഞാൻ ആത്മാവിനാൽ നിറയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ യേശുവിനെ സ്വീകരിക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിതശൈലിയിൽ യേശുവിനോട് ചേർന്ന് നടക്കുവാൻ സാധിക്കും. നമ്മുടെ കൂട്ടായ്മകളിൽ, ബന്ധങ്ങളിൽ, കുടുംബജീവിതത്തിൽ, നമ്മളുടെ സകല വഴികളിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ സാധിക്കും. ഡാമേജ് കൺട്രോൾ മോഡിൽ നിന്നും നമുക്ക് കൺസ്ട്രക്റ്റീവ് ഉയർച്ചകൾ പ്രാപിക്കുവാൻ, മുന്നേറ്റങ്ങൾ പ്രാപിക്കുവാൻ, അധികം സമയം വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി അധികം സമയം ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആത്മാവിനാൽ നിറച്ച ചിലരുണ്ടെങ്കിൽ സഭയ്ക്കും കുടുംബങ്ങൾക്കും ദേശത്തിനും നമ്മളൊരു അനുഗ്രഹമായിരിക്കും. ഒറ്റ നിമിഷം കൂടെ കണ്ണുകൾ അടച്ചാലും, കർത്താവേ, വാക്കുകൾക്ക് പരിമിതികളുണ്ട്, ഭാഷകൾക്ക് അതിൻ്റെ പരിമിതികളുണ്ട്. എങ്കിലും പരിമിതികളില്ലാത്ത വചനത്തിന്റെ വെളിപ്പാട് ദൈവം ചിലരുടെ അകത്തേക്കൊന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ആവശ്യങ്ങളോടുകൂടെ വന്ന പലരുമുണ്ട്. അവരുടെ ആവശ്യങ്ങളിൽ മതിയായതായി തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇന്ന് നിശ്ചയമായിട്ടും ഇവിടെ വെളിപ്പെട്ട് വരും. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. We believe that അത് നടക്കും, അത് സംഭവിക്കും. എങ്കിലും പല കുഴികൾക്കകത്ത്, കെണികൾക്കകത്ത്, പല പ്രശ്നങ്ങൾക്കകത്തും ഞങ്ങളുടെ സമയം, ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ റിസോഴ്സസ് എല്ലാം നഷ്ടപ്പെട്ടിട്ട് പിന്നെ അത് കർത്താവെ അത് തിരിച്ചു ലഭിക്കുവാൻ സമയം പാഴാക്കുന്നതിനേക്കാൾ ഉപരി
ആത്മാവിനാൽ നടത്തപ്പെടുന്നവരായി, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്താൽ നടത്തപ്പെടുന്നവരായി. സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത് എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രതികരണങ്ങളിൽ, ഞങ്ങളുടെ വാക്കുകളിൽ, ഞങ്ങളുടെ രീതികളിൽ എല്ലാം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണമുള്ളവരായി മാറുവാൻ, മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുവാൻ, ലോകത്തിന്റെ ചിന്തകൾ മാറ്റിവെച്ചിട്ട്, ഞങ്ങളെ തകർത്ത് കളയുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാറ്റിവെച്ചിട്ട്, പരിശുദ്ധാത്മാവിനാൽ ദൈവവചനത്തിൽ കൂടെ വരുന്ന ആലോചനകൾ, വചനങ്ങൾ, വാക്കുകൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ബ്രെയിൻ്റെ അകത്ത്, ഞങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് കർത്താവേ വിശ്വാസം വർദ്ധിച്ചു വരുവാൻ, faith as a substance, അതൊരു വസ്തുതയായി ഞങ്ങളുടെ അകത്ത് വർദ്ധിച്ചു വരുവാൻ, ആത്മാവിൽ വസ്തുക്കളായി ഫെയ്ത്ത് വർദ്ധിച്ചു വരുവാൻ, അത് വിശ്വാസത്തിന്റെ വിത്തായി വർദ്ധിച്ചു വരുവാൻ ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കുന്നു. സഭയുടെ മേൽ ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു വലിയ കാറ്റ്, അങ്ങനെ ഒരു വലിയ പകർച്ച കർത്താവ് വായിക്കുന്നതിനാൽ സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ സഭയെ വീണ്ടും ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ വിശ്വസിക്കുന്നവർ മാത്രം ശബ്ദമുയർത്തി പറയട്ടെ. പാട്ടുകൾ പാടി ആരാധിക്കാം, പാട്ടുകൾ പാടി സ്തോത്ര കാഴ്ചയെടുക്കാം. I believe the portals of heaven are open for the outpouring of a spirit of wisdom. ഞാൻ ആത്മാവിനാൽ ചിലരെ നിറയ്ക്കുവാൻ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിരിക്കുകയാണ്. പാട്ടുകൾ പാടി receive it, receive it, receive it. Hallelujah, hallelujah. സ്വർഗത്തിലെ ജ്ഞാനാത്മാവിനാൽ നിറഞ്ഞ ദൈവത്തിന്റെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാണ്. Hallelujah. ഉയരത്തിലെ ജ്ഞാനം പ്രാപിച്ചത് ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാണ്. Hallelujah, praise God. Month of July and August, 2 മാസങ്ങൾ സഭയോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ദൂതുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാസങ്ങളാണ്. കഴിഞ്ഞ ഈ 30-ാം തീയതി രാത്രി നമ്മൾ പ്രഖ്യാപിച്ചു. സോ ദൈവം നമുക്ക് തകർത്ത ഒരു മുന്നേറ്റം തരും. എത്ര പേരത് വിശ്വസിക്കുന്നു? ഒരു വലിയ ബ്രേക്ക് ത്രൂ ഈ മാസത്തിൻ്റെ അവസാനം സഭയിലുള്ള എല്ലാ ദൈവമക്കളും അതിനെക്കുറിച്ച് സാക്ഷ്യം പറയണം. എൻ്റെ കുടുംബത്തിനൊരു വലിയ ബ്രേക്ക് ത്രൂ നടന്നു. അത് നടക്കും എന്ന് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ ശക്തമായി കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. Hallelujah, glory to God. നമ്മൾ പാടി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. തുണ എനിക്ക് യേശുവേ, കുറവിനിയില്ലതാൻ, അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ഒരുമിച്ച് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ സന്തോഷത്തോടെ. Hallelujah. തുണ എനിക്ക് യേശുവേ, കുറവിനിയില്ലതാൻ, അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ഹല്ലേലൂയ. തുണ എനിക്ക് യേശുവാ, കുറവിനിയില്ലതാൻ, അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. ഹല്ലേലൂയ. തുണ എനിക്ക് യേശുവാ, കുറവിനിയില്ലതാൻ, അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ഹല്ലേലൂയ. തുണ എനിക്ക് യേശുവാ, കുറവിനിയില്ലതാൻ, അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. പകയന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താൻ പകർന്നിടും കൃപ മഴ പോൽ. പകയന്റെ ഹല്ലേലൂയ, പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താൻ പകർന്നിടും കൃപ മഴ പോൽ. ഹല്ലേലൂയ. തുണ എനിക്ക് യേശുവാ, കുറവിനിയില്ലതാൻ, അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ഹല്ലേലൂയ. തുണ എനിക്ക് യേശുവാ, കുറവിനിയില്ലതാൻ, അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ശരണം
കുറവിനില്ല താൻ അനുദിനം തന്നിഴലിൽ അരവിൽ വസിച്ചിടും ഞാൻ. ഹല്ലേലൂയ, തുണ എനിക്ക് യേശുവാ. അനുദിനം തന്നിഴലിൽ അരവിൽ വസിച്ചിടും ഞാൻ. ബലവിടമായിരങ്ങൾ വലിയവർ വീണാലും ഹല്ലേലൂയ വലയമായി നിന്നെന്റെ വിശ്വാസത്തോടെ പാടിയട്ടെ. വലവിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്റെ വല്ലവൻ കാത്തിടുമേ. ഹല്ലേലൂയ, തുണ എനിക്ക് യേശുവാ. കുറവിനില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ഹല്ലേലൂയ, തുണ എനിക്ക് യേശുവാ. ഓ കുറവിനില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ആകുലവേളകളിൽ അരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. ഓ ആകുല ഓ ജീസസ് ഹല്ലേലൂയ. ആഗതനാം അരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. ഹല്ലേലൂയ, തുണ എനിക്ക് യേശുവാ. കുറവിനില്ലതാ അനുദിനം തന്നിഴലിൽ അരവിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്ക് യേശുവാ. കുറവിനില്ലതാ അനുദിനം തന്നിഴലിൽ അരവിൽ വസിച്ചിടും. തുണ എനിക്ക് യേശുവാ. ഹല്ലേലൂയ, വിശ്വാസത്തോടെ glory to God. അനുദിനം തന്നിഴലിൽ അരവിൽ വസിച്ചിടും. തുണ എനിക്ക് യേശുവാ. കുറവിനില്ലതാ അനുദിനം തന്നിഴലിൽ അരവിൽ വസിച്ചിടും ഞാൻ. ഹല്ലേലൂയ, തുണ എനിക്ക് യേശുവാ. കുറവിനില്ലതാ അനുദിനം തന്നിഴലിൽ അരവിൽ വസിച്ചിടും ഞാൻ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ചേർന്ന് പ്രാർത്ഥിക്കാം. ഇതിലേക്ക് എഴുതിയിടപ്പെട്ട ഓരോ വിഷയങ്ങൾ ദൈവത്തിൻ്റെ സഹായമുണ്ടാകുവാൻ, ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ സഹായമുണ്ടാകുവാൻ, വെബ്കാസ്റ്റിൽ കൂടെയും ഒക്കെയും ആരാധനയിൽ പങ്കെടുക്കുന്നവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ മറുപടി ഉണ്ടാകുവാൻ ലെറ്റ്സ് സ്ട്രെച്ച് our hands. കരങ്ങൾ ഉയരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. ഒരിക്കൽ മോശ കരമുയർത്തിയപ്പോൾ അതിൻ്റെ പിൻപിൽ കൊടുങ്കാറ്റ് വീശിയതുപോലെ, ചെങ്കടലിനെ പിളർക്കുന്ന കാറ്റുകൾ വീശിയതുപോലെ, ഹല്ലേലൂയ, ഒരിക്കൽ ജനം ആർപ്പിട്ടപ്പോൾ യെരിഹോ മതിൽ വീണതുപോലെ ഞങ്ങളുടെ സ്തുതികളുടെ മേൽ ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തുമ്പോൾ, ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഞങ്ങളുടെ ശബ്ദത്തിൻ്റെ മേൽ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മേൽ ദൈവശക്തി ചലിക്കുവാൻ, അതേ കർത്താവേ, ഉയരത്തിൽ നിന്നുള്ള ശക്തി ഒന്ന് വ്യാപരിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. മാത്രമല്ല, ഇതിൻ്റെ അകത്ത് കരമുയർത്തിയിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഓരോ വിഷയങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ വെബ്കാസ്റ്റിൽ കൂടെ ആരാധനയിൽ പങ്കെടുക്കുന്നവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവം അറിയുന്നല്ലോ. ഹല്ലേലൂയ, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില കോട്ടകൾ ഇടിഞ്ഞു വീഴുന്നത് പോലെ, ചില ചെങ്കടലുകൾ പിളർന്നു മാറുന്നത് പോലെ, അസാധ്യം എന്ന് പറഞ്ഞിരിക്കുന്ന ചിലത് യേശുവിന്റെ നാമത്തിൽ വഴിമാറുന്നത് പോലെ, ഒരിക്കലും തുറക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചില അടഞ്ഞുപോയ വാതിലുകൾ വീണ്ടും തുറന്നു വരുന്നത് പോലെ, ഒരിക്കലും കയ്യിൽ നന്മ തരികയില്ല എന്ന് വാദിച്ച് മുറുക്ക പിടിച്ചിരിക്കുന്ന ചില ദുഷ്ടഭുജങ്ങൾ തകർന്നു മാറുന്നത് പോലെ, ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ we declare a breakthrough, ഒരു തകർത്ത മുന്നേറ്റം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. നസ്രയനാകുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, നസ്രയനാകുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗശക്തികളെ ഇന്ന് നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങുക. ഇന്ന് പകൽക്കാലം ഞങ്ങൾ സഭയായി യേശുവിന്റെ നാമത്തിൽ ഒരു ജയം പ്രഖ്യാപിക്കുകയാണ്. ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ല.
നമ്മുടെ സഭയിൽ ഒരു പെൺകുട്ടിക്ക് ബ്ലഡിന്റെ അകത്ത് ഒരു പ്രത്യേക ഇൻഫെക്ഷൻ പോലെ, രോഗം പോലെ ഒരു പ്രയാസമായി ഭാരപ്പെടുന്നു. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം ആവശ്യപ്പെട്ടു. മാരകമായ രോഗങ്ങൾ സഭയ്ക്കകത്ത് കയറാതിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നമ്മളുടെ സ്വന്തം നീതിയിൽ ആശ്രയിക്കാൻ സാധിക്കുകയില്ല. നീതീകരിക്കുന്ന ഒരു കർത്താവുണ്ട്. നീതീകരിക്കുന്ന കർത്താവായ യേശുവിന്റെ നീതിയിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ, കാൽവറി ക്രൂശിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആ നീതിയിൽ നീതിമാന്മാരായി നിന്ന് രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ഞങ്ങൾ നീതിമാന്മാർ ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ വചനം പറയുന്നത് പോലെ നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന, ഫോക്കസ്ഡ് പ്രയർ, കോൺസെൻട്രേറ്റ് ചെയ്ത പ്രാർത്ഥന, ശ്രദ്ധയേറിയ പ്രാർത്ഥന, മറ്റൊന്നും ചിന്തിക്കാതെ. just 60 seconds by the clock I demand your attention. മറ്റൊന്നിലേക്കും മനസ്സ് പതറാതെ, മറ്റൊരു വിഷയവും ചിന്തിക്കാതെ അടുത്ത 60 സെക്കൻഡ് ഞാൻ നിർബന്ധമായി നമ്മളുടെ ശ്രദ്ധ ചോദിക്കുകയാണ്. ചേർന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, മാരകമായ രോഗങ്ങൾ, ആക്സിഡന്റുകൾ, മരണശക്തികൾ, എതിർ പ്രാർത്ഥനകൾ, ടെൻഷൻസ്, അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്, വ്യത്യസ്ത രീതികളിൽ കൺഫ്യൂഷൻസ്, ഹോപ്പ്ലെസ്നെസ്, പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നത് പോലെ വ്യത്യസ്ത രീതികളിൽ ശത്രു കൊണ്ടിടുന്ന ഓരോ ആയുധങ്ങളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ചവിട്ടി മെതിക്കുകയാണ്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കുകയില്ല. നിനക്ക് വിരോധമായി ഉയരുന്ന നാവിനെ നീ ന്യായം വിധിക്കും. നീ ന്യായം വിധിക്കും. വാക്യങ്ങൾ ഉദ്ധരിച്ച് ശ്രദ്ധയുള്ള പ്രാർത്ഥനയാൽ ഞങ്ങൾ വാക്കുകളെയും വാക്കുകളുടെ ബലത്തെയും ശബ്ദങ്ങളെയും അതിന്റെ ഉച്ചാരണങ്ങളെയും അതിൽ കൂടെ വന്ന തിക്താനുഭവങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ന്യായം വിധിക്കുകയാണ്. ഞങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കിയ ആയുധങ്ങൾ ഫലിക്കുകയില്ല. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിന്റെ മേൽ ജയമെടുക്കുകയാണ്. ഓ, ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിച്ചാലും. താങ്ക് യു ലോർഡ്. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. മാരക രോഗങ്ങൾ, ആക്സിഡന്റുകൾ സഭയുടെ അതിർവിട്ട് മാറട്ടെ. അടുത്തു വരാതെ ഒരു കാവലിന്റെ വലയം വീണ്ടും വർദ്ധിക്കട്ടെ. അടുത്തൊരു വിഷയത്തിനു വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇതിനകത്തിരിക്കുന്ന 10% ആൾക്കാർക്കും എങ്കിലും അത് ആശയം പറയുന്നത് മനസ്സിലാകും. ബാക്കി ആൾക്കാർ കേട്ടിട്ടില്ലാത്ത ആശയങ്ങൾ. അതുകൊണ്ട് അതിന്റെ ആഴം മനസ്സിലാക്കിയില്ലെങ്കിലും ഒരു അളവിൽ നിങ്ങൾക്കും എല്ലാവർക്കും മനസ്സിലാകും. കർത്താവായ യേശു പറഞ്ഞു, ഒരിക്കൽ ഒരു ദുർശക്തി വിട്ടുപോയെങ്കിൽ അവൻ മടങ്ങി വരും. മടങ്ങി വന്നിട്ട് എൻ്റെ വീട് എങ്ങനുണ്ട് എന്ന് നോക്കുവാൻ വരും. അവൻ അവകാശം പറഞ്ഞ് മടങ്ങി വരും. അവൻ മടങ്ങി വരുമ്പോൾ വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു വീട് കണ്ടാൽ യേശു കർത്താവ് പറഞ്ഞു, അവനേക്കാൾ ദുഷ്ടത ഏറിയ 7 എണ്ണത്തെ കൂടെ അവനും കൂടെ ചേരുമ്പോൾ 8 എണ്ണമായി. 8 എണ്ണന്മാർ ഒരുമിച്ചിങ്ങി വരും. സോ പലപ്പോഴും വിട്ടുപോയതിനേക്കാൾ 7 ഇരട്ടി ശക്തിയോടെ വരുന്ന പൈശാചിക ശക്തികളെ ഇന്നൊന്നുകൂടെ ഒന്ന് വെട്ടുവാൻ പോകുകയാണ്. ഞാൻ പറയുന്ന വാക്കുകൾ ഇവിടെ ഇരിക്കുന്നവർ ശക്തമായി അതിനോട് പ്രതികരിച്ച് പ്രാർത്ഥിക്കും. എങ്കിലും അതിനേക്കാൾ ഉപരി ഞാൻ സുവിശേഷത്തിന്റെ ശുശ്രൂഷകൻ എന്ന പദവിയിൽ നിന്ന് പറയട്ടെ, സഭയിൽ ദൈവം നിയമിച്ചിരിക്കുന്ന അധികാര സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയട്ടെ, ഇവിടെ ഞാൻ സംസാരിക്കുമ്പോൾ, സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ നിൽക്കുന്നവരെക്കാൾ ഒട്ടും കുറയാത്ത ഉന്മേഷത്തോടെ, ശക്തിയോടെ ദൂതന്മാർ എൻ്റെ വാക്കുകളുടെ പിൻപിൽ പ്രതികരിക്കും. സഭയുടെ വാക്കുകളുടെ പിൻപിൽ പ്രതികരിക്കും. സോ വിശുദ്ധിയുടെ അളവിൽ പറയാൻ പ്രയാസമുണ്ടെങ്കിലും വിശുദ്ധിയിൽ സഭയുടെ വിശുദ്ധിയുടെ നിലവാരത്തിന് ചേർന്നു പോകാത്തവരെ ഉൾപ്പെടുത്താതെ സഭയുടെ നേതൃവൃന്ദത്തിൽ, സഭയുടെ മോറൽ സൈഡ്, ഫൈനാൻസസ്, ബന്ധങ്ങളിൽ, സകല കാഴ്ചപ്പാടുകളിൽ സഭയുടെ വിശുദ്ധിയുടെ നിലവാരം സൂക്ഷിക്കുന്ന നേതൃവൃന്ദത്തെയും അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നിതിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ അളവ് ഒന്നുകൂടെ വർദ്ധിച്ച്, വിശ്വാസത്തിന്റെ അളവ് വർദ്ധിച്ചിരിക്കുന്ന ഈ സമയം ഞാൻ യേശുവിന്റെ നാമത്തിൽ ഒന്ന് ആത്മാവിന്റെ വാളിനാൽ വെട്ടുവാൻ പോകുകയാണ്. 7 ഇരട്ടി ശക്തിയോടെ മടങ്ങി വന്നിരിക്കുന്ന പലതും, രക്തം കുടിച്ച് മടങ്ങി വന്നിരിക്കുന്ന പലതും, ഇനി രക്തം ലഭിക്കാതെ, ഇനിയും അതിന് മടങ്ങി വരുവാൻ കഴിയാതെ ഒറ്റ വെട്ടിന് മടങ്ങിപ്പോകുകയാണ്. ഇവിടെ ഇരിക്കുന്നവരത് കേട്ടു, എന്റെ വാക്കുകൾ, എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്നവരത് കേട്ടു. But that's not all. അതിനേക്കാൾ ഉപരി എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ഒരു ആത്മമണ്ഡലമുണ്ട്. എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ശുശ്രൂഷയുടെ പിൻപിൽ അവരെ താങ്ങുവാൻ
സേവനത്തിനായി ദൈവം അയച്ചിരിക്കുന്ന ദൂതന്മാരുടെ ഒരു സമൂഹമുണ്ട്. ദൂതന്മാരുടെ സംഘം സഭയുടെ പ്രാർത്ഥനയുടെ പിൻപിൽ ശുശ്രൂഷിക്കുവാനായി ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ മടങ്ങി വരാത്തതുപോലെ ചില ശക്തികളെ വെട്ടിമാറ്റുവാൻ ദൂതന്മാരുടെ മിനിസ്ട്രി റിലീസ് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ 7 ഇരട്ടി ശക്തിയോടെ മടങ്ങി വന്ന പലതും ഇനിയും സഭയുടെ അതിരിൽ വരാതെ വിട്ടുമാറ്. In the mighty name of Jesus. Come on, കരങ്ങളെ ശക്തിയോടെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. കരങ്ങളെ ശക്തിയോടെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. ആക്സിഡന്റിന്റെ ശക്തികൾ, ഡെങ്കുവിന്റെ ശക്തികൾ, കടഭാരത്തിന്റെ ശക്തികൾ, ഡിപ്രഷന്റെ ശക്തികൾ, മരണശക്തികൾ അടുത്തു വരരുത്. അടിഞ്ഞു മാറ്. ദൂതന്മാർ ഇറങ്ങട്ടെ. ദൂതന്മാർ ഊരിപ്പിടിച്ച വാളുള്ള ദൈവത്തിന്റെ ദൂതന്മാർ ശുശ്രൂഷിക്കുവാനായി വെട്ടുവാനായി. ഇതിന്റെ അകത്ത് പലതും സംഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ളത് മാത്രമേ കാണത്തുള്ളൂ. എനിക്ക് ഹാളിന്റെ അകത്ത് പലതും കാണാം. പലതും സംഭവിച്ചുകൊണ്ടിരിക്കുക. ചിലതിന്റെ കൈവശം പുറത്തു വരിക. ചിലതിന്റെ ആഭിചാരത്തിന്റെ മേൽ ദൂതൻ ചവിട്ടിക്കഴിഞ്ഞു. ചിലതിന്റെ രോഗങ്ങളെ ദൈവം തകർത്തു കഴിഞ്ഞു. In the mighty name of Jesus. ചില ശാപശക്തികളെ ഇന്ന് പകൽക്കാലം എന്റെ ദൈവം വേരോടെ വെട്ടിമാറ്റുകയാണ്. കവാടങ്ങൾ തുറന്നു വരട്ടെ. ബ്ലെസ്സിങ്സ് തടഞ്ഞു കഴിഞ്ഞത് ചിലത് മടങ്ങി വരട്ടെ. അനുഗ്രഹങ്ങൾ വാതിൽ അടച്ചു കളഞ്ഞത്, ഡിലയാക്കി കളഞ്ഞത്, തള്ളി മാറ്റിയത് യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. കഴിഞ്ഞ 30th night ജൂൺ 30-ാം തീയതി രാത്രിയിൽ ജൂലൈ 1-ാം തീയതി രാവിലെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞൊരു ആശയം കൂടെ വീണ്ടും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുക. അത് കഴിഞ്ഞ സ്വത്രാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തുള്ളൂ. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. ഒരു അനുഗ്രഹം, കയ്യിൽ വരേണ്ട അനുഗ്രഹം. ഇന്ന് 3-ാം തീയതി അതല്ല, 1, 2-ാം തീയതി, 3-ാം തീയതി ഞായറാഴ്ച എന്റെ കയ്യിൽ വരേണ്ട അനുഗ്രഹം. പിശാചിന് അത് ഡിലേ ചെയ്യുവാൻ സാധിക്കും. 3-ാം തീയതി കയ്യിലെത്തേണ്ടത് പിശാച് ഡിലേ ചെയ്താൽ 1, 2, 3, 4-ാം തീയതി പിന്നെ എന്റെ കയ്യിൽ കിട്ടത്തുള്ളൂ. ഒരു ദിവസം പിശാച് ഡിലേ ചെയ്യുവാൻ സാധിക്കും. ബൈബിളിന്റെ തത്വങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ജീവിതത്തിന്റെ അനുഭവങ്ങൾ വെച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. കയ്യിലെത്താറായത് പെട്ടെന്ന് മാറും, പിന്നെ കിട്ടുമെന്ന് വിചാരിക്കും, പിന്നെ മാറും. ഡിലേ ആക്കുവാൻ പിശാചിന് സാധിക്കും. പിശാചിന് ഡിലേ ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ ഡിലേ ചെയ്യുവാൻ പരിശ്രമിക്കുന്ന എന്താണെന്നറിയാമോ? പിന്നെ അതിനെ പിടിക്കാൻ എത്ര നാൾ ഓടിയതാ, വേണ്ട എന്ന് പറഞ്ഞ്, നന്മകൾ വേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിക്കത്തക്കതുപോലെ മനസ്സിനെ മടുപ്പിക്കുവാൻ ഡിലേ ചെയ്യുന്ന ഒരു ശക്തി, പൈശാചിക ശക്തി യാഥാർത്ഥ്യമാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്ന് കരം കണ്ടോട്ടെ. സോ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് യാഥാർത്ഥ്യമാണെങ്കിൽ കഴിഞ്ഞ 30-ാം തീയതി ഞങ്ങൾ പറഞ്ഞു, വരുന്ന ചില മാസങ്ങൾ, വർഷങ്ങൾ അങ്ങകലെ ദൈവം എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഡിസംബർ ആകുമ്പോൾ എൻ്റെ കയ്യിൽ ചിലത് വരണം. അടുത്ത വർഷം മെയ് ആകുമ്പോൾ ചിലത് വരണം. പിശാച് ചിലതിനെ ഡിലേ ചെയ്തതും മാത്രമല്ല, വിശ്വാസത്താൽ മുൻപിലുള്ളതിനെ പിടിച്ചെടുക്കുവാൻ, to pull the future into the present. മുൻപിലുള്ളതിനെ വിശ്വാസത്താൽ പിടിച്ചെടുക്കുവാൻ അടുത്ത ചില വർഷങ്ങളിൽ വരേണ്ട നന്മകൾ പോലും യേശുവിന്റെ നാമത്തിൽ ചില മുൻപിലുള്ളതിനെ വിശ്വാസത്താൽ ഞങ്ങൾ പിടിച്ചെടുക്കുകയാണ്. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ ബ്രേക്ക് ത്രൂ ആയി, അത് തകർത്ത മുന്നേറ്റമായി എന്റെ ദൈവം ഇന്ന് പകൽക്കാലം മുദ്ര വെച്ചിരിക്കുകയാൽ സ്തോത്രം. ദൂതന്മാരുടെ ശുശ്രൂഷ അതിനായി റിലീസ് ചെയ്തിരിക്കുകയാൽ സ്തോത്രം. സ്തോത്രകാഴ്ചകൾക്കായി, ദശാംശ ഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇതിലേക്ക് കരം നീട്ടിയവർ വെബ്കാസ്റ്റിൽ കൂടെ, കാർഡ്സിൽ കൂടെ സ്തോത്രകാഴ്ച ദൈവസന്നിധിയിൽ ആലയത്തിന്റെ ഭണ്ഡാരത്തിലേക്ക് സമർപ്പിച്ചവരുടെ മേൽ എന്റെ ദൈവത്തിന്റെ വലിയ കരമുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനും രാജ്യത്തിന്റെ വ്യാപ്തിക്കുമായി കർത്താവ് പ്രയോജനപ്പെടുത്തുവാൻ ഇടയാക്കണം. ഇതിലേക്ക് കരം നീട്ടുവാൻ ആഗ്രഹിച്ചു എങ്കിലും കരം ബലഹീനമായി പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇതിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി, കുഞ്ഞാടിന്റെ രക്തം തളിച്ച് ശുദ്ധീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥനയോടെ എല്ലാവരും ഇരുന്നാലും പ്രാർത്ഥിച്ച ഒരു വാക്കിൽ
യാത്രകൾക്കായി പോകുന്നവരെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. എങ്കിലും ഒരു വാക്കിൽ കൂടെ പ്രാർത്ഥിച്ച് കടന്നു വന്ന എല്ലാവർക്കും ആവശ്യമുള്ളൊരു ദൈവിക അനുഗ്രഹവും ദൈവിക കാവലിനായും പ്രാർത്ഥിച്ച് ഈ ആരാധന ആശീർവാദം പറയുവാൻ ആഗ്രഹിക്കുക. കർത്താവേ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് ആരംഭിച്ച നിമിഷം മുതൽ ഇതുവരെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ ഉള്ളതിനായി സ്തോത്രം. ഞങ്ങളൊരു കാര്യം തിരിച്ചറിയുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവിക വഴികളിൽ നടക്കുവാൻ, ഇതാകുന്നു വഴി, ഇതിലെ നടക്കുക എന്നുള്ള ഇൻപ ശബ്ദം പിൻപിൽ നിന്ന് കേൾക്കുവാൻ, ഞങ്ങൾ പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിക്കുവാൻ, ഞങ്ങൾ സംസാരിക്കേണ്ടത് മാത്രം സംസാരിക്കുവാൻ, ശത്രുവിൻ്റെ കെണികളിൽ അകപ്പെടാതിരിക്കുവാൻ, ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയിൽ നടക്കുവാൻ, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിലല്ല ദൈവത്തിൻ്റെ വഴികൾ ഞങ്ങളുടെ വഴികളേക്കാൾ ഉയർന്നതെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ വഴികളിൽ മാത്രം നടക്കുവാൻ, കർത്താവെ, ആത്മാവിനാൽ നടത്തപ്പെടുന്ന അളവിൽ ജ്ഞാനാത്മാവിനാൽ ഞങ്ങളെ നിറച്ച് വലിയ വിശ്വാസം അല്ല, വിശ്വാസത്തിൻ്റെ പെർഫെക്ഷൻ ഞങ്ങൾ എത്തുന്നത് പോലെ ജ്ഞാനാത്മാവിനാൽ നിറച്ച് വാക്കുകൾക്കോ ആശയങ്ങൾക്കോ മാനുഷിക കഴിവുകൾക്കോ തീരുമാനങ്ങൾക്കോ പ്രയത്നങ്ങൾക്കോ സാധിക്കാത്ത ഒരു വലിയ ദൈവപകർച്ച ഞങ്ങളുടെ മേൽ ഇന്ന് നടന്നിരിക്കുകയാൽ സ്തോത്രം. അതേസമയം രോഗസൗഖ്യങ്ങൾ, വിടുതലുകൾ, കാവല്, പ്രാർത്ഥനയുടെ മറുപടികൾ, അനുഗ്രഹത്തിൻ്റെയും അല്ല ആരോഗ്യത്തിൻ്റെയും വിടുതലിൻ്റെയും ഒരു പകർച്ചയും ഇതിൻ്റെ അകത്തും ഞങ്ങളോടൊപ്പം ആരാധനയിൽ പങ്കെടുത്ത അനേകരുടെ ജീവിതത്തിലേക്ക്, ഭവനത്തിലേക്ക് കർത്താവ് അയച്ചു കഴിഞ്ഞു. അതിനായി സ്തോത്രം. നന്ദിയോടെ, സ്തോത്രത്തോടെ ദൈവം ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കായും ഞങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രം എന്ന യാഗം അർപ്പിച്ച് വരുന്നൊരാഴ്ച മുഴുവൻ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നല്ല ദാനങ്ങളും കർത്താവ് ഞങ്ങൾക്ക് തരും എന്ന് വിശ്വസിച്ച് ആത്മശക്തിയിൽ നടക്കുവാൻ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച്, ഞങ്ങളെ തന്നെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് താഴ്ത്തി സമർപ്പിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിയുന്നു. പിരിയാത്ത സാന്നിധ്യത്തിൽ മറയ്ക്കണം. വരുന്ന ആഴ്ചയിൽ കടന്നു വരുന്നിടം വരെയും വലിയ ആത്മശക്തിയിൽ, വലിയ ദൈവകൃപയിൽ, ദൈവത്തിൻ്റെ വഴികളിൽ മാത്രം ഞങ്ങളെ വഴി നടത്തണം എന്ന് പ്രാർത്ഥിച്ച് ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ പിരിയട്ടെ. പിരിയാത്ത സാന്നിധ്യത്തിൽ മറച്ചാലും പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നമ്മളോടും നമ്മളോർത്ത് പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളോടും ഇന്ന് മുതൽ എന്നേക്കും കർത്താവിൻ്റെ മടങ്ങി വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ജയം തന്ന കർത്താവിനെ ശബ്ദമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. സമാധാനത്തോടെ കടന്നു പോകാം.